മലയാളി മനസ്സുകളിൽ എന്നും കഥാപാത്രമായും ചിരിപ്പിച്ചും ഒരുപാട് സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മുടെ മലയാളി മനസ്സിൽ എന്നും സ്നേഹം തുളുമ്പുന്ന നമ്മുടെ എല്ലാവരും സ്വന്തം കാർത്തിക ചേച്ചിയുടെ. ചേച്ചി നമസ്കാരം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് വന്നു, മിസ് സെന്റ് ആൻസ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ വന്നു. 9B പിള്ളേരെല്ലാം കൂടെ എന്റെ പേര് കൂടി. അന്ന് ഞാൻ മെലിഞ്ഞിട്ട് ഒരുപാട് മുടിയൊക്കെ ആയിട്ട്. ഇന്ന് ഇത്ര സുന്ദരിയാണെങ്കിൽ അന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. വീട്ടിൽ ഇതൊന്നും സമ്മതിക്കത്തില്ല. ഭയങ്കര കരച്ചില്, പട്ടിണി, നിരാഹാരം ഒക്കെ കിടന്നിട്ടാണ് നമ്മള് പിന്നെ ലാസ്റ്റ് മൂമെന്റിലൊക്കെ വിടും. സ്കൂൾ ബസ് അവിടെ വന്ന സമയത്ത് പിള്ളേർ പറഞ്ഞു, അഞ്ചു ചേച്ചിക്കാണ് മിസ് സെന്റ് ആൻസ് കിട്ടിയെന്ന് വീടിന്റെ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞു. ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലാണ് ബസ് കയറാൻ പോകുന്നത് വൈകുന്നേരം. അങ്ങോട്ട് 25 പൈസ, അങ്ങോട്ടുള്ളത് എന്തായാലും കൊടുത്തേ പറ്റൂ. തിരിച്ചുള്ള 25 ഈ അമക്കുന്നത്. കണ്ടക്ടറെയും കിളിയും ഡ്രൈവറെയൊക്കെ ഇടയ്ക്ക് ചുമ്മാ നമ്മൾ എന്തെങ്കിലും കാണിച്ചല്ല ഓട്ടെ എന്ന് പറഞ്ഞാൽ വിടും. ഈ പൈസ അമക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രേമങ്ങൾ. 10 പൈസയൊക്കെ കൊടുത്താൽ ഒരു 10-15 നെല്ലിക്കയൊക്കെ കിട്ടും. നെല്ലിക്ക, ലോലോലിക്ക ഒക്കെ അതൊക്കെ മേടിച്ച് കഴുകത്ത് പോലും ഇല്ല, കഴുകാതെ തിന്നിട്ട് പോകുന്ന ഒരു കാലഘട്ടം. അത് ഇനിയും ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ആ സ്വാദ് കിട്ടത്തില്ല. പിന്നെ ഈ ബീർ കുപ്പി, ആൾക്കാരൊക്കെ കുടിച്ചിട്ട് റോഡിലിടുന്ന ബീർ കുപ്പി ഇതൊക്കെ പറക്കി കൊണ്ടുവന്ന് അവിടെ വെക്കലാണ് എന്റെ പരിപാടി. അപ്പൊ ബീർ കുപ്പിക്ക് 1 രൂപ, 1 രൂപയൊക്കെ ഉള്ള കാലഘട്ടം. അപ്പൊ നമ്മള് 10 കുപ്പി വെച്ചാൽ 10 രൂപ ആയില്ലേ? 10 രൂപ ലാവിഷാണ്. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ സെൽഫ് എംപ്ലോയി ആയിരുന്നു അന്നും. KPSC എന്നുള്ള എന്റെ ഫുൾ ഫോം പറയാമോ? ഞാൻ ഐസക് ന്യൂട്ടൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ചു. ഭർത്താവിന്റെ പേരായിരിക്കും KPSC എന്നുള്ളത്. KPSC ലളിതയുടെ ഭർത്താവിന്റെ പേരാണെന്ന്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കുടഞ്ഞിട്ട് ചിരിച്ചു. അതുപോലെ ഞാൻ സുമാരി അമ്മയുടെ കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കില്ല. അപ്പൊ അധികം വരുന്നു കഴിഞ്ഞാൽ വഴക്ക് പറയും. അത് മൊത്തം ഇരുത്തി കഴിപ്പിക്കും. എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ കരിയാപ്പല ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കും. അതുകൊണ്ട് എന്താ നമ്മൾ ഇപ്പോഴും ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ അത് ഓർക്കും. സുമാരിയമ്മയുടെ മോഹം തെളിഞ്ഞു വരും. അതൊന്നും സ്കൂളിൽ കിട്ടത്തില്ല. ഇത് അനുഭവത്തിൽ കൂടെ കിട്ടുന്നത്. ആക്ടിങ്ങിലാണേലും മാനേഴ്സിലാണേലും നല്ല ക്ലാസ്സുകൾ ഇവരൊക്കെ തന്നിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം. രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് വരുന്നു, പ്രൊഡക്ഷൻ പോയി നമുക്ക് ചായ കൊണ്ടുവരുമ്പോ ആ ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം ഇന്നത്തെ കുട്ടികളൊന്നും ചെയ്യാറില്ല. അജിനെ, ഈ 99% പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ. അതങ്ങനെ പറയാൻ കാരണം പ്രേമം തന്നെ. പലരും പറയില്ലോ, അയ്യോ ഞാൻ ഭയങ്കര ഫീലിംഗ് ലോൺലിയാണ്, തേങ്ങയാണ്, എന്റെ ജീവനാണ്, എന്റെ കൽബാണ്, മറ്റേതാണ് മറിച്ചത്. എന്തിനാ? ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതില്ലേ? ഹേ, ഇറ്റ്സ് മീ അജിൻ വർഗീസ്. ലെറ്റ്സ് വെൽക്കം ടു അവർ ഷോ ചാറ്റ് വിത്ത് അജിൻ. ഇന്നിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, സിംഗറാണ്, അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ചേച്ചി കൂടിയാണ്. മലയാളി മനസ്സുകളിൽ എന്നും കഥാപാത്രമായും ചിരിപ്പിച്ചും ഒരുപാട് സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മുടെ മലയാളി മനസ്സിൽ എന്നും സ്നേഹം തുളുമ്പുന്ന നമ്മുടെ എല്ലാവരും സ്വന്തം കാർത്തിക ചേച്ചിയുടെ. ചേച്ചി നമസ്കാരം. നമസ്കാരം അജിനെ. ഒത്തിരി സന്തോഷം കേട്ടോ ചേച്ചിയെ കാണാൻ പറ്റില്ല, ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റിയില്ലേ? ഒത്തിരി സന്തോഷം. ചേച്ചി, കാർത്തിക ചേച്ചി പത്തനംതിട്ട സ്വദേശമല്ലേ? ആറന്മുള. ആറന്മുളയല്ല, ശരിക്കും പ്രോപ്പർ മാരാമണ. അപ്പൊ കോഴഞ്ചേരിക്കാരി എന്ന് പറയാം. മാരാമണകാരി. അപ്പൊ ഞാനും പത്തനംതിട്ട ജില്ലക്കാരനാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വൈബ് നമ്മൾ തമ്മിൽ കണക്ട് ആവും അല്ലേ? അപ്പൊ കാർത്തിക എന്നാണ് മലയാളി മനസ്സുകളിൽ സ്ഥാനം നേടിയ ഒരു പേരല്ലേ? ശരിക്കുള്ള പേരെന്തോ? അഞ്ജു. ഈ അഞ്ജുവിൽ നിന്ന് കാർത്തികയായി മാറിയത് എങ്ങനെയാണ്? അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ 92-ലാണ് അഭിനയിക്കാൻ വരുന്നത്. അതായത് 9ാം ക്ലാസ് മുതലേ അഭിനയിക്കാൻ തുടങ്ങുന്നു. അത് അഭിനയിക്കാൻ വരുന്നത് തന്നെ സ്കൂളില്. ഞാൻ സെന്റ് ആൻസിലാണ് പഠിച്ചത്, ചെങ്ങന്നൂര് സെന്റ് ആൻസില്. അപ്പൊ അവിടെ 5000 പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂള്, ഗേൾസ് സ്കൂളാണ്. ഗേൾസ് മാത്രം? എല്ലാ ക്യാഷ് ടീമുകളാണ് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അങ്ങനത്തെ അന്നത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അന്നേരം അവിടെ ജൂബിലി, ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ചിട്ട് മിസ് സെന്റ് ആനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തു. അതായത് ആ സ്കൂളിലെ ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളെ മത്സരിപ്പിച്ചുകൊണ്ട് അതിൽ സുന്ദരിമാരാരാണെന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി. ഞാൻ അതല്ലാതെ എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട്. അവിടെ ബാസ്കറ്റ് ബോളിലുണ്ട്, സ്പോർട്സിലുണ്ട്, ഡാൻസ്, പ്രസംഗ മത്സരം, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുക. എല്ലാത്തിലും ഉണ്ട്. അവിടെ കുരുത്തക്കേടിലാണെങ്കിൽ മുന്നില് എല്ലാ പരിപാടിക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് അവിടെ. അവിടെ വന്ന് ചോദിച്ചാൽ അഞ്ജു എന്ന് ചോദിച്ചാൽ വളരെ ഫേമസ് ആണ് ആ കാലഘട്ടത്തില്. സ്കൂളിൽ വന്ന് ചോദിക്കണ്ട, അവിടെ സെന്റ് ആൻസിന്റെ അടുത്തൊക്കെ വന്ന് ചോദിച്ചാലും പയ്യന്മാര് പറഞ്ഞുതരും അല്ല, അവർക്കൊക്കെ അറിയാലോ നമ്മള്. അന്നേരം അങ്ങനെ നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് വന്നു, മിസ് സെന്റ് ആൻസ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ വന്നു. അപ്പൊ ഞാൻ 9Bയിലാണ് ആ സമയത്ത് പഠിക്കുന്നത്. 9B ഓരോ ഡിവിഷൻ ഉണ്ടല്ലേ, ABCD അങ്ങനെ. 9Bയിലെ പിള്ളേരെല്ലാം കൂടെ എന്റെ പേര് കൊടുത്തു. അന്ന് ഞാൻ മെലിഞ്ഞിട്ട് ഒരുപാട് മുടിയൊക്കെ ആയിട്ട്. ഇന്ന് ഇത്ര സുന്ദരിയാണെങ്കിൽ അന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്ന് കുറച്ച് വേറൊരു ഭംഗിയായിരുന്നു.
അന്നേരം ഈ പിള്ളേരെല്ലാം കൂടി എന്റെ പേര് കൊടുത്തു, അഞ്ജുവിനെ എടുക്കുക ക്ലാസ്സിനെ റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്തത് ഞാനാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞ കുഴപ്പമില്ല, അഞ്ജുവിന്റെ പേര് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ വീട്ടില് ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. വീട്ടിൽ ഇതൊന്നും സമ്മതിക്കത്തില്ല. ഈ ചിന്തയല്ല വീട്ടുകാർ. ഇങ്ങനെ സൗന്ദര്യ മത്സരത്തിന് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവര് ഒരു ഗ്രാമപ്രദേശല്ലേ മാരാമണ്ണം എന്ന് പറയുമ്പോ. അന്നേരം അന്നത്തെ കാലത്ത് നമ്മൾ ഈ സുന്ദരിപ്പട്ടത്തിന് പോവുക, അവര് വേറെ അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ഗൾഫിലായിരുന്നു. ആ ഒരു ചിട്ട ഉണ്ടായിരുന്നു വീട്ടിൽ, ഭയങ്കര ചിട്ടയാണ് വീട്ടില്. അപ്പൊ നമ്മള് ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാൽ പോലും എന്താണ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല വീട്ടിൽ. ഇപ്പം മത്സരങ്ങള് കോമ്പറ്റീഷനൊക്കെ പോകുന്നതിന് ഓക്കെ, സൗന്ദര്യപ്പട്ടം, അഭിനയം, സിനിമ അതൊന്നും ഇഷ്ടമല്ല വീട്ടില്. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പൊ വീട്ടുകാരറിയാതെ മത്സരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. അഞ്ജു എന്ന് പറയുന്ന വ്യക്തിക്ക് ആഗ്രഹമുണ്ട് മത്സരിക്കാൻ, പക്ഷെ വീട്ടിൽ സമ്മതിക്കത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിത് പിള്ളേരെല്ലാം കൂടെ പേര് കൊടുത്തപ്പോ ഞാനും ചേരാം എന്നുള്ള ഒരു പിള്ളേരെ ഫ്രണ്ട്സ് എല്ലാം ആയില്ലേ കൊടുത്തത് പേര്. അപ്പൊ ഇത് വീട്ടിൽ വന്ന് അമ്മയുടെ സാരി ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. സാരി ഉടുത്തിട്ടാണ് റാമ്പിൽ കൂടെ നമ്മൾ നടക്കേണ്ടത്. അന്നേരം ഞാൻ വിചാരിച്ചു അമ്മയോട് ചോദിക്കാം. പിന്നെ വീട്ടിലെ ബന്ധുക്കാരുടെ അടുത്തും ആരുടെ അടുത്തും ചോദിക്കാൻ പറ്റില്ല. അമ്മാവന്മാരുടെ ഭാര്യമാരുടെ അടുത്തൊന്നും നമുക്ക് ഈ വിഷയമേ മിണ്ടാൻ പറ്റില്ല. അമ്മയെക്കാട്ടിലും ഭീകരമാണ് അമ്മാവന്മാരും അമ്മാവന്മാരുടെ ഭാര്യമാരും. സ്വാഭാവികം. നമുക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആരോട് ചോദിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിന്നപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു രമചേച്ചി ഉണ്ട്. രമചേച്ചി ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്കത്തിൽ നിന്നാണ് വീട്ടുപേര്, അങ്കത്തിൽ. അപ്പൊ ആ ചേച്ചി മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ ലീവിന് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ വലിയ കാര്യമാണ്, കൊച്ചിലെ മുതൽ എന്നെ വലിയ കാര്യം. ആ ചേച്ചി അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന. അപ്പൊ ഞാൻ രമചേച്ചി എടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വീട്ടിലറിയില്ല, ആദ്യം പറഞ്ഞതാ, വീട്ടിലറിയില്ല, അമ്മയോടൊന്നും പറയരുത്, എനിക്കൊരു സാരി ഒരു ദിവസത്തേക്കൊന്ന് ഉടുക്കാൻ തരണം എന്ന് പറഞ്ഞു. ഈ മത്സരം ഇന്നതാണെന്ന് പറഞ്ഞു. സ്കൂളിലൊരു ഇതൊന്നും പറഞ്ഞില്ല. സ്കൂളിലെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു സാരി സാരി തരണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മോളെ നിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി. അപ്പൊ നമ്മള് കാഷ്വലായിട്ട് എന്ന് ചോദിച്ചത് പഴയ ഒരു സാരി തരാൻ മാത്രം മതിയല്ലോ. ചോദിച്ചിട്ട് ഒരു പഴയ സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി മസ്കറ്റിലേക്ക് ഹസ്ബൻഡ് അടുത്ത് പോകുമ്പോൾ മേടിച്ചോണ്ട് പോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്നതിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല ഡാർക്ക് പച്ചയിൽ മെറൂൺ ബോർഡർ, ഇതുപോലെ ഡാർക്ക് പച്ചയിൽ ഇതുപോലെ മെറൂൺ, ഇതിപ്പോ ചോപ്പല്ല, അതുപോലെ മെറൂൺ ബോർഡർ, അടിപൊളി ഒരു സാരി. അന്ന് എനിക്ക് തോന്നുന്നു കോട്ടയത്തോ എവിടെന്നോ ചേച്ചി മേടിച്ചതാ. അപ്പൊ അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ അന്നത്തെ കാലത്ത് വിലയുണ്ട്. 30 വർഷം മുമ്പുള്ള കഥയായി പറയുന്നത്. ചേച്ചി എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു പുതിയ സാരി, ടാഗ് പോലും മീൻസ് എന്റെ പുതിയ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മോൾ ഇത് ഉടുത്തിട്ട് ആവശ്യം കഴിയുമ്പോ എന്റെ കൊണ്ട് തന്നാൽ മതി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാനത് അമ്മ കാണാതെ സ്കൂളിൽ ബാഗിലൊക്കെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് ഇപ്പൊ പിള്ളേരെ കൊടുക്കാലോ, പിള്ളേരെ കൊടുത്തിട്ട് അവര് കൊണ്ടുവരുമല്ലോ കോമ്പറ്റീഷന്റെ ദിവസം. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ പിള്ളേർ പറഞ്ഞു ഇനി ബ്ലൗസ് തയ്പ്പിക്കാം. ഇനി ബ്ലൗസ് തയ്പ്പിക്കണമെങ്കിൽ വീടിന്റെ ആ പരിസരത്തെങ്കിലും നമുക്ക് ബ്ലൗസ് തയ്പ്പിക്കാൻ ഒക്കത്തില്ല, അമ്മ അറിയും. അപ്പൊ അങ്ങനെ പിള്ളേർ പറഞ്ഞു അപ്പൊ പൈസ വേണം, ഇതിനൊക്കെ പൈസയും വേണ്ടേ, ബ്യൂട്ടി പാർലറിൽ പോകണം, ഒരുങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരുക്കണം. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ചെന്നൂര്, ഫ്ലോമ ആന്റി നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, ആന്റിയുടെ അവിടെ തന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എല്ലാം കൂടെ ഒരു പറഞ്ഞു നോക്കാം, ചെറിയൊരു എമൗണ്ടിന് ചിലപ്പോൾ ആന്റി സമ്മതിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ കുട്ടിയും കൂടെ ആന്റിയുടെ അടുത്ത് പോവാണ് ആദ്യമായിട്ട്. ടേണിംഗ് പോയിന്റ് ആണ്, ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആന്റി നല്ല സുന്ദരി ഒരു ആന്റി, ഫ്ലോമ ആന്റി, ഓർമ്മയുണ്ട് കേട്ടോ, 30 വർഷം മുമ്പുള്ള കഥയാ. അതെ, ഇപ്പൊ ആന്റി വയസ്സൊക്കെ ആയി കാണും. ഞാൻ പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. ആ സമയത്തൊക്കെ നല്ല കോണ്ടാക്ട്സ് ആയിരുന്നു, നല്ല വെളുത്ത് ചുമന്ന ഒരു ആന്റി. അപ്പം ഫ്ലോമ ആന്റി അപ്പൊ എന്നോട് ചോദിച്ചു ആരാണ് മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ. മോളാണോ, ഓക്കെ, ഈ സാരി വേണ്ട, നമുക്ക് വേറൊരു ഡ്രസ്സ് ഇടാം എന്ന് പറഞ്ഞു. നമ്മൾ വേറെ ഡ്രസ്സ് മേടിക്കാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് തുണി ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഈ തിളക്കമൊക്കെ ഉള്ള ടൈപ്പ്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടൊരു ഗൗൺ തയ്ക്കാം നമുക്ക്. ഞാനിപ്പോ മഞ്ഞ അതായത് തീമഞ്ഞ കളർ, അതായത് മാങ്ങ മഞ്ഞയില്ലേ, മാങ്ങ മഞ്ഞ കളർ ഒരു ഗൗൺ ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ചേച്ചി എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു എന്റെ അളവിന്. അവരുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് തന്നെ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത്, കമ്മലും അതിൻ്റെ ഉള്ള വളയും മാലയും ഇതെല്ലാം എടുത്തിട്ട് ചേച്ചി എനിക്ക് ചെയ്തു തരുവാ. ബ്ലൗസ് ഒന്നും തയ്പ്പിക്കാതെ എന്നിട്ട് ചേച്ചി തന്നെ എന്നെ ഒരുക്കി. ഫേഷ്യൽ ഒന്നും ചെയ്തില്ല, അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കല്ലോ. അല്ല, അന്ന് ഫേഷ്യൽ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. മോളെ ഞാൻ ഒരുക്കി തരാന്ന് പറഞ്ഞു. ആന്റി ഒരുക്കി. ആന്റിയുടെ കാറിൽ തന്നെ ഈ മത്സര ദിവസം കൊണ്ടുവിട്ടു. സ്കൂളിൽ വരുവാന്ന് പറഞ്ഞാ വീട്ടിൽ ഒന്ന് ഇറങ്ങിയത്. എന്നെ കൊണ്ടുവന്ന് വിട്ടു. എന്തോ ഭാഗ്യം കൊണ്ട് മിസ് സെന്റാൻസ് എന്നുള്ള പട്ടം എനിക്ക് കിട്ടി. 700 കുട്ടികളുണ്ട് ഹൈസ്കൂളിന്റെ. അപ്പൊ അതില് പിന്നെ മത്സരിച്ചതില് 10-20 പിള്ളേരായിരിക്കുമല്ലോ. 1ാം സ്ഥാനം കിട്ടി.
എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി. അപ്പൊ എന്നോട് വാഗ ചേച്ചി പറഞ്ഞത്, ഫ്രോമ ആന്റി പറഞ്ഞത്, അവരുടെ പാർലറിന്റെ പരസ്യം ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആ മത്സരത്തിന് നമ്മളെ ശോഭന ജോർജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശോഭന ചേച്ചി ആന്റിയെ പണ്ട് തൊട്ടേ നമുക്ക് ഭയങ്കര പരിചയമാണ്. ഞാൻ ഈ ബാൻഡ് സെറ്റിലെ ലീഡറൊക്കെയാണ്. പല ഫംഗ്ഷനൊക്കെ പോകുമ്പോ സല്യൂട്ട് കൊടുത്ത് സ്വീകരിക്കുന്നതൊക്കെ ഞാൻ ഒരു ബന്ധമുണ്ട്, പണ്ട് തൊട്ടേ അറിയാം. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഞങ്ങള് ചെങ്ങന്നൂര് ഒരു മറ്റേ ഫ്ലവർ ഷോ ഉണ്ടല്ലോ, ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് മിസ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ട് പരിപാടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ കോളേജ് പിള്ളേരുമായിട്ടാണ് മത്സരിക്കുന്നത്, സ്കൂൾ കുട്ടികളൊന്നുമല്ല. അപ്പൊ അതിൽ നീ വരണം, ബ്യൂട്ടിഫുൾ ഹെയർ, ഫേസ്, അങ്ങനെ സ്മൈല് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, വീട്ടിലൊന്നും ഇല്ല, കുഴപ്പമില്ല, നീ വന്നാൽ അത് നിനക്ക് കിട്ടും. ഞാൻ അവിടെ പോയി മത്സരിച്ചു. അപ്പൊ ഈ മിസ് ആൻഡ് ഡാൻസ് കിട്ടിയത് വീട്ടിലറിഞ്ഞു. അതായത് സ്കൂളിൽ അനൗൺസ് ചെയ്യുമല്ലോ, അന്ന് രാത്രി ഞാൻ അങ്ങ് പോയി, മത്സരം കഴിഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസമാണ് ഇത്, അന്ന് രാത്രി ഞാൻ പോയതിനു ശേഷമാണ് ഇത് അവിടെ അനൗൺസ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം വീട്ടില് പിറ്റേ ദിവസം സ്കൂൾ ബസ് അതുവഴി വന്നപ്പോ, ഞാൻ സ്കൂൾ ബസ്സിലായിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ് അവിടെ വന്ന സമയത്ത് പിള്ളേർ പറഞ്ഞു, അഞ്ജു ചേച്ചിക്കാണ് മിസ് ആൻഡ് ഡാൻസ് കിട്ടിയെന്ന് വീടിന്റെ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞു. അന്നേരം അമ്മയൊന്നും മിണ്ടിയില്ല. എനിക്ക് അറിയാലോ, തിരിച്ച് വീട്ടിലേക്ക് ഞാൻ കേറുമ്പോ പറയാനുള്ളതെല്ലാം പറയും. ഉറപ്പാണല്ലോ. പിന്നെ അമ്മ വഴക്ക് പറഞ്ഞു, ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെ നമ്മളെ അങ്ങനെ പോകാൻ പാടില്ല, അരം കഴിഞ്ഞ് ജീവിക്കാൻ. ഉപദേശം തന്നെ ഉപദേശം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി ചെയ്ത അമ്മ ഇനി ചെയ്യത്തില്ല. അപ്പോഴാണ് മിസ് ചെങ്ങന്നൂര് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശോഭന ആന്റി അടുത്ത് പറഞ്ഞു, അമ്മ എടുത്ത് വിളിച്ച് പറയാൻ. ഒരു അമ്മയായിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതിനും കൂടെ നീ പൊയ്ക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനും പോയി. മിസ് പത്തനംതിട്ടയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നെ, ഇത് നിർത്തിയില്ല പരിപാടി. മിസ് പത്തനംതിട്ടയായി. ഒരിടത്ത് എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലോ. പിന്നെ ഒപ്റ്റിമ ക്യൂൻ കോൾഗേറ്റിന്റെ ഒരു വർഷത്തെ ക്യൂൻ ഞാനായിരുന്നു. അപ്പം അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു, അവർ അയച്ചു തരും, കമ്പനിയിൽ നിന്ന് അയച്ചു. അല്ല, ഒന്നും ചെയ്യണ്ട. അവിടെ മത്സരത്തില് ബ്യൂട്ടിഫുൾ സ്മൈലും നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ പോസ്റ്റർ ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മിസ് പത്തനംതിട്ട കഴിഞ്ഞപ്പോഴാണ്, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മിസ് കേരള എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ നടത്തുന്ന ഒരു മിസ് കേരള കോമ്പറ്റീഷൻ. അപ്പൊ അത് പത്തനംതിട്ട ബേസ് ചെയ്തിട്ട് അവർ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേണം. പത്തനംതിട്ടന്ന് എന്റെ പേരാണ് വന്നത്, കിട്ടിയത്. ഞാനിവിടെ ട്രിവാൻഡ്രം സെനറ്റ് ഹോളിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഒരാഴ്ചത്തെ റിഹേഴ്സൽ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചൈത്ര ഹോട്ടൽ, ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് അങ്ങനെയാണ് വരുന്നത്. അതിന് മുമ്പ് എക്സ്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. ഇപ്പൊ ട്രിവാൻഡ്രം ഒക്കെ നമുക്ക് എക്സ്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രേസ് ആണ്. വീട്ടിൽ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ടൊക്കെയാണ് ശംഖുമുഖവും മ്യൂസിയം ഒക്കെ വരുന്നത്. വിടത്തില്ല. എക്സ്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ പേടിയാണല്ലോ വീട്ടുകാർക്ക്. അന്നൊക്കെ എത്ര 100 രൂപ 200 രൂപയൊക്കെ ഉള്ളു എക്സ്കേഷൻ. അപ്പൊ നമ്മള് അമ്മയോട് ചോദിക്കുമ്പോൾ പറയും, അമ്മാവനോട് ചോദിക്കുക, അച്ഛനോട് ചോദിക്കുക, ഇവരാരും വിടത്തുമില്ല. ഭയങ്കര കരച്ചില്, പട്ടിണി, നിരാഹാരം ഒക്കെ കിടന്നിട്ടാണ് നമ്മള് പിന്നെ ലാസ്റ്റ് മൂമെന്റിലൊക്കെ വിടും. അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിക്കും, ഈശ്വര, ഇപ്പൊ ട്രിവാൻഡ്രത്ത് 20 വർഷമായി താമസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചേച്ചിയുടെ ഒരു ഉയർച്ചയുടെ ഒരു തുടക്കം, ഒരു ടേൺ ആയിരുന്നു. ഞാൻ പറഞ്ഞത്, നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത്. അത് ഈശ്വരൻ ഒരു വഴി വരയ്ക്കും. ആ വഴിയെ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിന് ചിലരൊക്കെ കാരണക്കാരാവും. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ ലൈഫ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് പഠിച്ചാലും ചിലപ്പോൾ ഞാൻ സീരിയലോ സിനിമ നടിയോ ആവണമെന്ന് വിധി ഉണ്ടെങ്കിൽ അതേ ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതം. ലൈഫിൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാർത്തിക എന്ന ആക്ട്രസിന്റെ ജീവിതവുമായിട്ട് നമ്മൾ ഉപയോഗശൂന്യമായ കുപ്പിക്കും പാട്ടയ്ക്കും ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തോ പറയും. അത് എന്താ സംഭവം എന്ന് പറയാം, ഞാൻ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കഥയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വീട്ടില് ഭയങ്കര സാമ്പത്തികമുള്ള വീട്ടിലെ ഒന്നും ആളല്ല. അച്ഛനും ഗൾഫിലായിരുന്നു, ചെറിയൊരു ജോലിയായിട്ട് അച്ഛൻ ഗൾഫിലായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. കോടീശ്വരന്മാരൊന്നും അല്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ 3 മക്കളാണ്. അപ്പൊ നമ്മള് ഈ അമ്മയാണെങ്കിൽ കുറച്ച് പിശിക്കും കൂടാ. പക്ഷെ അന്നൊക്കെ പിശിക്ക് ചെയ്താൽ നമ്മൾ ജീവിപ്പിക്കാനും പറ്റും അല്ലേ? അതെ. അപ്പൊ എന്റെ ഓർമ്മയില് അജിനൊക്കെ എങ്ങനെ ഉണ്ടോ, അജിന്റെ അച്ഛനും അമ്മയും UK ലാണെന്നല്ലേ പറഞ്ഞേ? അല്ലയോ, ഇപ്പം പോയെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ എന്റെ ഒരു കുട്ടിക്കാലത്ത് എന്റെ വീട്ടില് ചേച്ചിയുമായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാല് സീരിയലാണ്. അല്ല, അച്ഛൻ പൈസ അയക്കുന്നു, അമ്മ ഉള്ളത് വെച്ച് പിശുക്കി നമ്മുടെ ആഗ്രഹവും സാധിക്കുന്നു, സേവിങ്സും വെക്കുന്നു, അങ്ങനെ വളർത്തുക. അതല്ലേ ചേച്ചിയും പറഞ്ഞത്? അതെ. അമ്മ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാറില്ല. ആഗ്രഹങ്ങൾ സഹായിക്കാൻ ഒന്നും കിട്ടുന്നില്ല നമുക്ക് സത്യം. അച്ഛനും ചെറിയൊരു ജോലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗൾഫിൽ ഷെയ്ക്കൊന്നും അല്ലല്ലോ, ചെറിയൊരു ജോലി. അപ്പൊ അതുകൊണ്ട് വീട് വെക്കണം, വീട് ഒരു സൈഡിൽ കൂടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു.
അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയൊരു ശമ്പളം. അമ്മ ഈ മറ്റേ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു, ഗവൺമെന്റ് ഒന്നുമല്ല. അപ്പൊ അനീതിമാരുണ്ട്, എന്റെ പഠിത്തം, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. നല്ലൊരു ഫീസ്, ആ സ്കൂളിൽ നിന്ന് നല്ലൊരു ഫീസ് ആവും, ബസ് ഫീസ് ആവും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അപ്പൊ എന്റെയൊക്കെ ഓർമ്മയില് ഞാൻ, നിങ്ങൾക്ക് ഒന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഞാൻ ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോ അറിയാം, പെൻസിലൊക്കെ തീർന്നിട്ടേ നമുക്ക് ഒരു പെൻസിലേ മേടിച്ചു തരും. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വെള്ളയിലെ റോസ് പൂക്കളുള്ള ഒരു തരം പെൻസിലുണ്ട്, പഴയ പെൻസിൽ, ഇത് റബ്ബർ ഉള്ള. ഇത് കട്ട് ചെയ്യുമ്പോൾ പോലെ ആവത്തില്ലേ? ആ, പൂ പോലെ ആവും. അത് അമ്മമാര് വെട്ടിത്തരുമ്പോ അതിനൊരു കട്ടറിലല്ല വെട്ട്, നമ്മ ബ്ലേഡ് വെച്ച് അത് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. ഇല്ല, അമ്മ കറക്റ്റ് ആയിട്ട് അത് വെട്ടിത്തരും. അപ്പൊ അത് നമ്മുടെ വീടിന്റെ അടുത്തൊരു ഇതുണ്ട്, മുറുക്കാൻ കടയുണ്ട്. മുറുക്കാൻ കട എന്നാ നമ്മുടെ ഭാഗത്തൊക്കെ പറയുന്നത്, പെട്ടിക്കട. അപ്പൊ ആ മുറുക്കാൻ കടയിൽ പോയിട്ട് 50 പൈസയേ ഉള്ളൂ അന്ന് ആ ഒരു പെൻസിൽ. ഇന്ന് എന്റെ മോള് അമ്മ എനിക്ക് പെൻസിൽ വേണമെന്ന് പറഞ്ഞാൽ അവള് ഹൈപ്പർ മാർക്കറ്റിലോ മാർജിൻ ഫ്രീയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ ലുലുലൊക്കെ പോകുമ്പോ ഒരു കിറ്റ് മേടിച്ചു, അവള് 1-2 പാക്കറ്റ് എടുക്കുന്നത്. നമ്മൾക്ക് ഒരു പെൻസിൽ അമ്മ മേടിച്ചു തരുന്നത്, ഒരു പെൻസിൽ. പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ പെൻസിൽ തേഞ്ഞ് തീർന്ന് ഇത്രയാവും. എന്റെ ആ റബ്ബർ കടിച്ചു പറിച്ച് ഒരു വഴിയാക്കും. അപ്പോഴത്തേക്ക് ആ ബാക്ക് സൈഡൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ്. എന്നിട്ട് എന്താ ചെയ്യും, ഈ പേനയുടെ അടപ്പിനകത്ത് കുത്തിക്കയറ്റി വെക്കും, എന്നിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത്. അതും തീരാറാകുമ്പോഴേ അമ്മ അടുത്ത പെൻസിൽ തരുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. അച്ഛൻ പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ പാക്കറ്റ്, അമ്മ അതിൽ നിന്ന് 1-2 ഒക്കെ തരുള്ളൂ. അമ്മ അങ്ങനെയാണ്, അല്ലാതെ ലാവിഷാക്കത്തില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഞാൻ കുപ്പിവെള്ളം ഇടും, എല്ലാ കളർ ഡ്രസ്സിനും ഞാൻ കുപ്പിവെള്ളം എങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഞാൻ ഈ മറ്റേ കുപ്പിയും പാട്ടയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാ. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അമ്മ 25 പൈസയാണ് എനിക്ക്, 10 പൈസ, 20 പൈസ, 25 പൈസയൊക്കെ ഉണ്ടല്ലോ അന്ന്. ശരി, ബസ്സിനൊക്കെ ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് 10 പൈസയായിരുന്നു, പിന്നെ 20 പൈസയായി, പിന്നെ 25, ഞാൻ ഇറങ്ങുമ്പോൾ 1 രൂപയായി. 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ അത് 1 രൂപയായി. അപ്പൊ ഈ 25 പൈസയൊക്കെ കാലഘട്ടത്തിലാണ് 5ലും 6ലും ഒക്കെ പഠിക്കുന്നത്, ഈ കുപ്പിവെള്ളയുടെ സമയം. അന്നേരം രാവിലെ കയറുമ്പോൾ എന്റെ സ്റ്റോപ്പിൽ നിന്ന് ഞാനോ ഒരു കൊച്ചും കൂടെ കാണും, 2 പേരെ കാണും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പൈസ കൊടുക്കണം. അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലോഡ് പിള്ളേർ കാണും ബസ്. അപ്പൊ നമ്മൾ പലപ്പോഴും പൈസ കൊടുക്കാറുണ്ട്. ഇത് കറക്റ്റ് റിലേറ്റബിൾ ആണ് കേട്ടോ, മിക്കവർക്കും പല പിള്ളേരും നിങ്ങൾക്ക് പറയുമ്പോ പല പ്രേക്ഷകർ, അയ്യോ എന്റെ ലൈഫിൽ ഇത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പം നമ്മൾ ഈ 25 പൈസ ചിരടി വെക്കും. ചിരടി വെക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒതുക്കി മാറ്റി. കട്ടെടുക്കാൻ പറ്റില്ല. വീട്ടിൽ മോഷണം പരിപാടി ഒന്നുമില്ല, അടിച്ച് ഒരു പിടുത്തമുണ്ട് ചെവിയിലല്ലേ, പിടിക്കും, അടിക്കും. അമ്മ നല്ല അടിക്കും. അമ്മ അടുത്ത് വന്ന് നിന്നിട്ട് വളരെ സ്നേഹത്തോട് വിളിച്ചിട്ട് അടിക്കുന്നേ, ഈ അടിക്കാനായിട്ട് വിളിക്കത്തില്ല. ഇല്ല, മോളെ ഇങ്ങോട്ട് വാ, എന്തോ കഴിച്ചു, അത് മേടിച്ചോണ്ട് ഒക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ചെവി പൊന്നാക്കും, പിച്ചും. നമ്മുടെ മെയിൻ പരിപാടി പിച്ചല്ല, പിച്ചും പിന്നെ അടിക്കും. അപ്പൊ അത് നമുക്ക് കുതിറി മാറാനൊന്നും പറ്റില്ല. അത് ഈ എവിടെയെങ്കിലും സ്കൂളിൽ പോവാണെങ്കിൽ പോലും തരുന്ന പൈസ കറക്റ്റ് അതിനുള്ള പൈസ ഉള്ളൂ. 25, 50 അതിന്റെ അപ്പുറം തരത്തില്ല. 60 പൈസയാ കേട്ടോ, 50 രൂപയല്ലേ, 50 പൈസ. അതായത് അങ്ങോട്ട് 25 പൈസ, ഇങ്ങോട്ട് 25 പൈസ. അങ്ങോട്ടുള്ളത് എന്തായാലും കൊടുത്തേ പറ്റൂ. തിരിച്ചുള്ള 25 ഈ അമക്കുന്നത്. അതെന്റെ കയ്യില. ഈ കണ്ടക്ടറേയും കിളിയും ഡ്രൈവറെയൊക്കെ ഇടയ്ക്ക് ചുമ്മാ നമ്മൾ എന്തെങ്കിലും കാണിച്ചല്ല, ഓട്ടെ എന്ന് പറഞ്ഞാൽ വിടും. ഈ പൈസ അമക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രേമങ്ങൾ, അത്രേ ഉള്ളൂ. ഒരു എന്താ പറയുക, സൂത്ര പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലാണ് ബസ് കയറാൻ പോകുന്നത് വൈകുന്നേരം, പ്രൈവറ്റ് ബസ്സിന് വരുന്ന സമയത്ത്. അപ്പൊ പോകുന്ന വഴിക്ക് 10 പൈസയൊക്കെ കൊടുത്താൽ ഒരു 10-15 നെല്ലിക്കയൊക്കെ കിട്ടും. ആ കാലത്ത് നെല്ലിക്ക, ലോലോലിക്ക ഒക്കെ, അതൊക്കെ മേടിച്ച് കഴുകത്ത് പോലും ഇല്ല, കഴുകാതെ തിന്നിട്ട് പോകുന്ന ഒരു കാലഘട്ടം. അത് ഇനിയും ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ആ സ്വാദ് കിട്ടത്തില്ല. പക്ഷെ അന്ന് നമുക്ക് ഒരു അസുഖം, ഒരു വയറിളക്കോ പനി ഒന്നും വന്നിട്ടില്ല. ഇന്നത്തെ പിള്ളേർ എന്തെങ്കിലും കഴുകാൻ കഴിച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉടനെ വരും. പക്ഷെ അന്നത്തെ ഉള്ളവരുടെ ആരോഗ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ചാമ്പയ്ക്ക, പുഴുണ്ടല്ലേ, എല്ലാം കഴിക്കും. എന്നിട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ ഏതെങ്കിലും വീട്ടിൽ കയറി വെള്ളവും കുടിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ചെങ്ങന്നൂര് ചെല്ലുമ്പോൾ ചെറിയ ചെറിയ കടകളുണ്ട്, ഈ ചിന്തിക്കടകളുണ്ട്. അപ്പൊ അവിടെ ഈ അന്ന് 50 പൈസ കൊടുത്ത 1/2 ഡസൻ കുപ്പിവെള്ളം കിട്ടും, 1 രൂപ കൊടുത്ത 12 കുപ്പിവെള്ളം കിട്ടും. അപ്പൊ ഈ 25 പൈസ പലപ്പോഴായിട്ട് അമ്മക്ക് മാറ്റി വെച്ചിട്ട് ഈ കടയിൽ പോയിട്ട് 3 കളർ വെച്ച് മേടിക്കും. റെഡ് ആണെങ്കിൽ 3 എണ്ണം മേടിക്കും, എന്നാൽ അതിന്റെ കൂടെ മഞ്ഞയാണെങ്കിൽ 3 എണ്ണം മേടിക്കും. അപ്പൊ അന്ന് മിക്സ് ചെയ്തിടുക. അങ്ങനെ അന്ന് കുപ്പിവെള്ളം ഭയങ്കര ക്രേസാണ്. കുപ്പിവെള്ളം ഇട്ടോളൂ, അതിന്നും തുടരുന്നു. ഇന്നിപ്പോ കാശ് നമ്മള് വർക്ക് ചെയ്യുന്ന കാശ് കൊടുത്ത് മേടിക്കും. അന്ന് ഇങ്ങനെ കാശുണ്ടാക്കി. പിന്നെ വേറൊരു രീതിയിൽ കാശുണ്ടാക്കുമായിരുന്നു. ഈ പിന്നെ വീടിന്റെ റോഡ് സൈഡിലൊക്കെ കുപ്പി പാട്ടയൊക്കെ കിടക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്നതാ. അത് പലരും ചെയ്തിട്ടുണ്ടാവും. ഞാന്
ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ഞാൻ എന്റെ അന്നത്തെ അവസ്ഥ കൊണ്ടൊക്കെ അങ്ങ് ചെയ്തു പോയതാ. അന്നേരം നാണം കേടല്ലേ ഈ റോഡിൽ കിടക്കുന്ന കുപ്പിയും പാട്ടയൊക്കെ. അല്ല, പകല് ആൾക്കാരൊക്കെ കാണെ പോയിട്ട് കുപ്പിയും പാട്ടയൊക്കെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ പറയില്ല, അയ്യേ അവള് പാട്ട ഉറക്കി അങ്ങനെ. നമ്മളൊന്നും മിണ്ടില്ല, കാഷ്വലായിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാല് കൊണ്ട് തട്ടി 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 അടുത്ത വീടിന്റെ പടിക്ക് വരെ എത്തിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് പോയി തട്ടും. അങ്ങനെ നമ്മുടെ വീടിന്റെ പടിക്കൽ എവിടെയും കൊണ്ടിടും. ഒരു സന്ധ്യ ആകുമ്പോൾ ആരും ഇല്ലല്ല, വിജനമായ ഒരു സമയം വരുമല്ലോ. ആ സമയത്ത് ഇതൊക്കെ എടുത്ത് കാർ പോർച്ചിന്റെ അവിടെ കൊണ്ടുവന്ന് ഒരു കൊട്ടക്കകത്തിട്ട് വെക്കും. ഈ ഒരു ആന്റി ഉണ്ട് അവിടെ വരുന്ന, ഒരു തമിഴത്തി ഒരു ആന്റി ഉണ്ട്, പാട്ടി ഒരമ്മ. അപ്പൊ കുറെ ആവുമ്പോ ഇവര് 2 രൂപ 3 രൂപ 5 രൂപയൊക്കെ തരും ഈ പാട്ട കുറെ ആകുമ്പോ. പിന്നെ ഈ ബീർ കുപ്പി ആൾക്കാരൊക്കെ കുടിച്ചിട്ട് റോഡിലിടുന്ന ബീർ കുപ്പി ഇതൊക്കെ പറക്കി കൊണ്ടുവന്ന് അവിടെ വെക്കലാണ് എന്റെ പരിപാടി. അപ്പൊ ബീർ കുപ്പിക്ക് 1 രൂപ 1 രൂപയൊക്കെ ഉള്ള കാലഘട്ടം. അപ്പൊ നമ്മള് 10 കുപ്പി വെച്ചാൽ 10 രൂപ ആയില്ലേ? 10 രൂപ ലാവിഷാണെന്ന്. ഇന്നത്തെ 1000 ആണെന്ന് 10 രൂപ. അപ്പൊ അങ്ങനെ നമ്മള് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് ഈ പാട്ടയുമായിട്ട് എനിക്കുള്ളത്. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ സെൽഫ് എംപ്ലോയി ആയിരുന്നു അന്നും. അതായത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ച്. ചേച്ചി അന്നും എനിക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം, അവിടെയും ഒരു കള്ളി എന്നോ അല്ലെങ്കിൽ മോഷ്ടിക്കണമെന്നോ ഒരു മനോഭാവവും ഇല്ല. നമുക്ക് അങ്ങനെ ഇന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആരെയും പറ്റിച്ച് ജീവിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്തിനും മോട്ടിക്കുന്നത്? നമ്മൾ ഒരാളുടെ ഇത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാമല്ലോ. ഇന്ന് കാലഘട്ടം പുറകോട്ട് ചിന്തിക്കുമ്പോൾ അന്ന് ചെയ്തതും അന്ന് റാമ്പിൽ നിന്നതും അന്ന് ആൾക്കാരോട് സൗഹൃദം പുലർത്തിയതും ഇതെല്ലാം ഇന്ന് തിരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ ഒരുപാട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ആവണം എന്നൊക്കെ ഉള്ള ഒരു വിധിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ 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 വന്നതാണ്. ഞാൻ ഈ മിസ് കേരള ആയാലും രസകരമായ ഒരു കഥയുണ്ട്. മിസ് കേരള നമുക്ക് ഈ ബയോഡേറ്റ എഴുതി കൊടുക്കണമല്ലോ. മിസ് കേരള എഴുതുന്ന സമയത്ത് ഓരോ ബയോഡേറ്റ. അപ്പൊ പുസ്തകം അങ്ങനെ വലുതായിട്ട് വായിക്കാനൊന്നും കൂട്ടാക്കാത്തൊരു ഇതല്ല. സ്കൂളിലെ പുസ്തകം വായിക്കത്തില്ല, പിന്നെ പുസ്തകം. ഹോബി എന്താന്ന് ചോദിച്ചപ്പോ സ്റ്റാമ്പ് കളക്ഷൻ, റീഡിങ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എഴുതി കൊടുത്തു. സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. അച്ഛന്റെ വരുന്ന ലെറ്ററിൽ വരുന്ന സ്റ്റാമ്പൊക്കെ വരുന്നത്. അല്ലാതെ ഈ റീഡിങ് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വെയിറ്റ് ഇട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു റീഡിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. എയർ ഹോസ്റ്റസ് ആവണം, റീഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ആ വിഷ്വലിൽ അതെല്ലാം ഇങ്ങനെ വരുന്നു. എല്ലാ സിനിമ അന്ന് ഞാൻ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയും സീരിയലുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ക ഒരു നാട്ടും പുറത്തുകാരി അഞ്ജു. കാർത്തിക എന്നുള്ള പേരും വന്നിട്ടില്ല അന്ന്. അന്നും ഈ വട്ടപ്പൊട്ടുണ്ട്. വട്ടപ്പൊട്ട് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലം മുതൽ അമ്മ എനിക്ക് ഇങ്ങനെ ഈ മഷി കൊണ്ട് ഇങ്ങനെ കറുത്ത വട്ടപ്പൊട്ട് തൊടുവാൻ. തൊട്ട് 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 അത് പിന്നെ മുഖത്തുനിന്ന് മാറ്റി എനിക്ക് എന്തോ പോലെ ആയിട്ട് ഞാൻ പിന്നെ അത് സ്റ്റിക്കറാക്കി. അങ്ങനെ സ്ഥിരം അമ്മയാണ് എനിക്ക് ഈ പൊട്ടിന്റെ ഒരു ഇത് തന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് റാമ്പിൽ വരുന്നു, റീഡിംഗ് എഴുതി കൊടുക്കുന്നു. ആണ് അവിടെ ഒരുക്കുന്നത്, കേരളയ്ക്ക് ഒരുക്കുന്നത്. ആന്റി ആണ് ഫുൾ ചെലവും എല്ലാം ചെയ്തു തരുന്നത്. വീട്ടിൽ പറഞ്ഞു സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി അല്ല, ഫ്ലോമ ആന്റിയാണ് എനിക്ക് അതിനുള്ള ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ മേടിച്ചു തരുന്നത്, എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ആന്റിക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പം ആന്റി ഒരു മോക്ക് കിട്ടും, ഉറപ്പാണ്, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി അങ്ങനെ ചെയ്തു തന്നു. അങ്ങനെ ഇവിടെ വന്ന് സെനറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു മത്സരം. അന്നേരം ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ബുദ്ധിയും സൗന്ദര്യവും കൂടെ ചേർന്നിട്ടാണ് മിസ്. അന്നേരം രണ്ടാമത്തെ റൗണ്ടിൽ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു, ആറന്മുളയല്ലേ വീട്? അപ്പൊ രവി വള്ളത്തോളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ രവി വള്ളത്തോളിനെ എനിക്ക് അന്നേരം അറിയാം. ജഡ്ജിങ് മാധു സാർ ഉണ്ടായിരുന്നു, സിനിമാക്കാർ കുറെ പേരുണ്ടായിരുന്നു. KPS ലളിതയും KPS ലളിതയുടെ ഹസ്ബൻഡും ഗസ്റ്റ് ആയിട്ട് കുറെ സിനിമാക്കാരല്ലാതെ ഇരിപ്പുണ്ട്, സുരേഷ് ഗോപി, അതൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം ഇരിക്കുന്നത് VIPs അങ്ങനെയുള്ളവരും, പിന്നെ പാസ് എടുത്തിട്ട് ഇത് കാണാനിരിക്കുന്ന കുറെ ആൾക്കാരും, പിന്നെ സീരിയൽ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്. ഇത് നടക്കുമ്പോഴാണല്ലോ കുറെ കുട്ടികളെ ഇവർക്ക് കിട്ടുന്നത്. അത് നോക്കിയിട്ട് വന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിൽ ചോദ്യം വന്നു, ആറന്മുളയല്ലേ വീട്? അതെ, ആറന്മുളയാണ് വീട്. പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്ന 5 കവികളുടെ പേര് പറയുക. അത് 1 മിനിറ്റേ നമുക്ക് തരുള്ളൂ. 1 മിനിറ്റിൽ ഉത്തരം പറയണം. ഈശ്വര, ആറന്മുള കവികളോ? ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചു. ഞങ്ങളുടെ നാട്ടിൽ കവികളോ? വലിയ ഫേമസ് ആയിട്ടുള്ള നാടാണ് പമ്പാ നദിയുടെ തീരത്ത്, ആര് കവികള് താമസിക്കുന്നത്? എനിക്കിങ്ങനെ നമ്മൾ അവിടെ നിന്നോണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് കോമഡി. ഞാൻ പറഞ്ഞു പാസ്, എനിക്കറിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇടയാറന്മുള വർക്കി, പുത്തങ്കാവ് മാത്തന്തരക, കടമനിട്ട, സുഗതകുമാരി അമ്മ, അങ്ങനെ കുറെ ഒരാളും കൂടെ ഉണ്ട്. ഈ 4-5 പേര് അവിടെ താമസിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നറിയില്ല, അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമൊന്നുമില്ല.
പെട്ടെന്ന് ചോദിക്കുകയും കൂടെ അല്ലേ? പെട്ടെന്ന് ചോദിക്കുന്നത് ഞാൻ അതിശയിച്ചു പോയി. സുഗതകുമാരി അമ്മ ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ആറന്മുള അമ്പലത്തിന്റെ അടുത്താണ് അവരുടെ തറവാട് വീട്. അതുപോലും അറിയില്ലായിരുന്നു, അവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിന്റെ അമ്മ വീട് എവിടെയാണ്? എലന്തൂര്, പത്തനംതിട്ടയാണ്. അമ്മയുടെ വീട് എലന്തൂരാ. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്, മീര ജാസ്മിന്, അങ്ങനെ കുറെ പേരുണ്ട് ഇപ്പൊ വന്നിട്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഞങ്ങളുടെ സ്ഥലമൊക്കെ വളരെ ഫേമസ് ആണ്. നരബലി നടന്നു. നരബലി നമ്മുടെ സ്വന്തം സ്ഥലത്താണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ വീട്ടിലോട്ട് വിളിച്ചാൽ തന്നെ ചോദിക്കുന്നത് പത്തനംതിട്ട അല്ല. നമ്മളൊക്കെ ഓരോരുത്തരും വീട്ടിലോട്ട് വിളിക്കാൻ നേരത്ത് അവർ ആദ്യം ചോദിക്കുന്നത് എടാ നരബലി നടന്ന സ്ഥലമല്ലേ എടാ. അതെ, അതില് ഇപ്പൊ പത്തനംതിട്ടയുടെ വളരെ ഫേമസ് അല്ലേ നീ അജിൻ? താങ്ക് യു. വളരെ ഇതല്ല, ആൾക്കാർ ഭയങ്കര വ്യൂവേഴ്സ് അല്ലേ. ഞാൻ എന്റെ ഒരു ആരാധകയാണ്. താങ്ക് യു. അങ്ങനെ ചോദ്യങ്ങള് പിന്നീട് പാസ് പോയി കഴിഞ്ഞ ആ റൗണ്ടിൽ പെർഫോമൻസിൽ നമ്മൾ വിജയിച്ചു. ലാസ്റ്റ് റൗണ്ട് 6 പേരെ തെരഞ്ഞെടുത്തു. അതിൽ ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മിസ് കേരള ലാസ്റ്റ് റൗണ്ടിൽ 3 പേരെ തെരഞ്ഞെടുക്കുള്ളൂ. 3 പേര് ഔട്ട് ആവും. അതില് 6 പേരിൽ വന്ന് ഞാൻ വന്നു, ലാസ്റ്റ് വന്നു. ഒരുപാട് സിനിമാക്കാരും സീരിയലുകാരും ഒക്കെ മത്സരിക്കാനും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസീത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പ്രസീത ചേച്ചിയോടെ ഒക്കെ അന്ന് ചോദിച്ച ചോദ്യം കയർ എഴുതിയതാരാ? അപ്പൊ ചേച്ചി ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. ഇത് മലയാളികൾ മങ്കെ തെരഞ്ഞെടുക്കുന്നത് മലയാളത്തിൽ ഉത്തരം പറയണം, മലയാളത്തിൽ തന്നെ പറയണം. അക്ഷരം പോലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം, അതൊക്കെ അവര് നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ചേച്ചിയിലോട്ട് പിന്നീട് വന്ന ചോദ്യം എന്തായിരുന്നു? പിന്നെ ലാസ്റ്റ് ഫൈനൽ വന്നപ്പോ എന്നോട് ചോദിച്ചു KPSC ലളിതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, സിനിമ നടിയല്ലേ. അതെ, സിനിമ നടിയാണ്. അപ്പൊ ചേച്ചി അവിടെ ഇരിക്കുന്ന കാര്യം എനിക്കറിയില്ല. ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ അവിടെ ഇരിക്കുന്ന നമുക്കറിയില്ലേ. ഞാൻ സിനിമയൊക്കെ കാണാറുണ്ട്, ചേച്ചിയുടെ ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കറിയാം, സിനിമ നടിയാണ്. KPSC എന്നുള്ളതിന്റെ ഫുൾ ഫോം പറയാമോ എന്ന് ചോദിച്ചു. പിന്നെയും വിട്ടു, ജാങ്കോ പിന്നെയും വിട്ടു എന്ന് പറയുന്നതില് രണ്ടാമത് ഞാൻ ഒന്ന് കവികളുടെ പേര് ചോദിച്ചു വിട്ട്. അയ്യോ, ഞാൻ ദൈവമേ, KPSC ലളിതയുടെ KPSC ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അതും KPSC ലളിത ചേച്ചി ഫ്രണ്ടിലുണ്ട്, അവരവിടെ ഇരിക്കുന്നുണ്ട്, ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. അത് എനിക്കറിയില്ലല്ലോ. ഞാൻ വെറും 14 വയസ്സുള്ള ഒരു പൊട്ടി കൊച്ചു അവിടെ നിന്ന് ഉത്തരങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ എന്റെ ചിന്തകൾ പോയത് ഐസക് ന്യൂട്ടനെക്കാട്ടിലും ഞാൻ ചിന്തിച്ചു. ഞാൻ ഐസക് ന്യൂട്ടൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ചു. KPSC ചിലപ്പോ വീട്ടുപേരായിരിക്കും. വീട്ടുപേരായിരിക്കാൻ വഴിയില്ല. KPSC എന്നൊക്കെ വലിയ വീട്ടുപേര് അങ്ങനെ തോട്ടത്തിൽ നിന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭർത്താവിന്റെ പേരായിരിക്കും ചിലപ്പോ. ഭർത്താവ് അല്ല KP പിന്നെ സി പിള്ളേന്നോ ആയിരിക്കും എന്നങ്ങനെ ചിന്തിച്ചു. അപ്പൊ പിന്നെ സമയമില്ലല്ലോ, നമുക്ക് ഒരു മിനിറ്റേ ഉള്ളല്ലോ. അവരുടെ ഭർത്താവിന്റെ പേരാണ് KPSC എന്നുള്ളത്. KPSC ലളിതയുടെ ഭർത്താവിന്റെ പേരാണെന്ന് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊടഞ്ഞിട്ട് ചിരിച്ചു. ഭയങ്കര ചിരി അവിടെ. അപ്പോഴും നമുക്ക് കത്തുന്നില്ല. ഇത് അറിയത്തില്ലല്ലോ. KPSCയുടെ ഫുൾ ഫോം അറിഞ്ഞാലല്ലേ കത്തുള്ളൂ. പക്ഷെ ഉത്തരം അങ്ങ് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ഇല്ല, നമുക്ക് പറഞ്ഞതാ. എല്ലാവരും ചിരിച്ചു, ജഡ്ജസ് ചിരിച്ചു, അവിടെ നിൽക്കുന്ന ആങ്കേഴ്സ് ചിരിച്ചു, എല്ലാരും ചിരിച്ചു. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ നിന്നു. KPSC ലളിതയുടെ ഭർത്താവിന്റെ പേരറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ഭരതൻ സാറാണ് ഭർത്താവ്, ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു. KPSCയുടെ ഭർത്താവിന്റെ പേരായിരിക്കുന്നു. അല്ല, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നാണ് KPSC ലളിതയുടെ ഫുൾ ഫോം എന്ന് രവി വള്ളത്തോളം ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഇനി മരിച്ചു കിടന്നാലും ആ പേര് മറക്കത്തില്ല. മരിച്ചു കിടക്കുമ്പോ വന്നിട്ട് കാർത്തിക് KPSC ലളിത KPSC കേരള പീപ്പിൾ ആർട്സ് ക്ലബ് ഞാൻ പറയും. ഇനി മറക്കേയില്ല ലൈഫില്. ശരിക്കും അന്ന് ആൾക്കാർ പൊട്ടിച്ചിരിക്കുമ്പോഴും ജെനുവിനായിട്ടുള്ള ഒരു ആൻസർ ആണ് കൊടുത്തത് അല്ലേ? കാരണം എനിക്കറിയത്തില്ല നമ്മളെങ്ങനെ പറയും, പൊട്ടത്തരാ പറഞ്ഞത്. പക്ഷെ ആ ഒരു ഇത് വേറൊരു ടേണിംഗ് പോയിന്റ് ആയി. ലളിത ചേച്ചി ഇത് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അന്ന് തൊട്ട് ചേച്ചി ഈ കൊച്ചിനെ തിരക്കി നടക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? പിന്നീട് ഞങ്ങൾ ഒരു വർക്കിന് വെച്ച് കാണുകയും ഈ കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നെ ഓർമ്മയുണ്ടോ? നീ ആയിരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൗഹൃദം ചേച്ചി മരിക്കുന്നിടം വരെയും ഞങ്ങൾ അത് കീപ്പ് ചെയ്തു. ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹം. ചേച്ചി എന്നെ കുറെ വർക്കിന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ഞാൻ കുറെ വർക്കുകൾ ചെയ്തു. ചേച്ചി അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളിലൊക്കെ അവരൊക്കെ തരുന്ന ഒരു ഉപദേശം എന്തൊക്കെയായിരുന്നു ചേച്ചിക്ക്? അതാ ഞാൻ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളോട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. 92 വന്നതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സീരിയൽ ഫീൽഡേ അല്ല, സീരിയൽ സിനിമ ഫീൽഡേ അല്ല. അന്ന് മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്ന് നമ്മളൊരു ഗുരുകുല പാഠശാലയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അവര് പറയുന്നത് നമ്മൾ അനുസരിക്കണം,
അവര് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കണം, അവരെ ധിക്കരിക്കാനൊന്നും നമുക്ക് പാടില്ല. ഇപ്പം അജിൻ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നമുക്ക് സീനിയേഴ്സിന് മുന്നിൽ കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അടി വരും കാലല്ലേ, കാല് കാത്തിട്ടെന്ന് പറയും. നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ അവര് നമ്മളെ അത് പഠിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങള്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് നമ്മള് കുട്ടിത്വം 14 വയസ്സിൽ വരുന്ന ഒരു പ്രായം, ഓടിക്കളിച്ച് നടക്കുന്ന ഒരു പ്രായം. അപ്പൊ നമ്മള് അടുത്ത് വിളിച്ചിരുത്തിട്ട്, ഇപ്പൊ സുമാരിയമ്മയ്ക്ക് വലിയൊരു ഗുണമുണ്ട്. ഞാൻ സുമാരിയമ്മയൊക്കെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, സുമാരിയമ്മയുടെ കൂടെ കുറെ വർക്കുകൾ, ലളിത ചേച്ചിയെക്കാട്ടിലും കൂടുതൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സിനിമയിലും സീരിയലിലും. അപ്പൊ സുമാരിയമ്മയൊക്കെ ആണെങ്കിലും നമ്മളെ അടുത്ത് വിളിച്ചിരുത്തിട്ട്, അപ്പൊ പലർക്കും അറിയാം, സീരിയലിലൊക്കെ അഭിനയിക്കുന്നവർക്കും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കും അറിയാം, ഒരു സഞ്ചിയായിട്ടാ വരുന്നത്. അവിടെ നിന്ന് ഒരു ബിഗ് ഷോപ്പർ പോലെ സഞ്ചിയായിട്ടാ വരുന്നത്. അതിൽ നിറച്ചും പലഹാരങ്ങളായിട്ടാ മദ്രാസിനെ വരുന്നത്. ബ്രെഡ് കാണും, മുറുക്ക് കാണും, അങ്ങനെയൊക്കെയുള്ള പല പല പലഹാരങ്ങൾ. പക്ഷെ ഇതിനൊന്നും മധുരം കാണത്തില്ല. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. നമ്മളിത് അടുത്ത് വിളിച്ചിരുത്തി ഇതെല്ലാം കഴിപ്പിക്കും. നമുക്ക് വേണ്ടാന്ന് പറയാൻ പാടില്ല. അമ്മ എന്ത് തരുന്നോ അത് നമ്മൾ കഴിച്ചോണം. വേണ്ട അയ്യോ എന്നൊന്നും പറയാൻ പാടില്ല, വഴക്ക് പറയും. അപ്പൊ അതുപോലെ ഞാൻ സുമാരി അമ്മയുടെ കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കില്ല. ലൊക്കേഷൻ നമ്മൾ ഫുഡ് കഴിക്കാൻ അമ്മയുടെ കൂടെ, മക്കളെ വാടി, നീ ഇവിടെ വന്ന് ഇരിയടി കഴിക്കാം എന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ വളരെ കുറച്ച് ഫുഡ് ആ സമയത്ത് കഴിക്കുള്ളൂ. അപ്പൊ അധികം വരുന്നു കഴിഞ്ഞാൽ വഴക്ക് പറയും. അത് മൊത്തം ഇരുത്തി കഴിപ്പിക്കും. എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, മോഹൻലാൽ കരിയാപ്പല ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കും ഫുഡില്. അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം മോളെ, കാർത്തികയെ. അപ്പൊ കാർത്തിക എന്നുള്ള പേര് വന്നത് ഞാൻ പിന്നെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ കൊണ്ട് കളയുന്ന അന്നം, വഴിയിൽ നമ്മളിപ്പോ വെളിയിൽ കളയുന്ന അന്നം, ഈ അന്നം കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. വിശപ്പിന്റെ ഇതിൽ നമ്മളിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് കളയുമ്പോൾ ഇത് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട്. മനസ്സിലാക്കണം, ഇതൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അതൊക്കെ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുള്ള പാഠങ്ങളല്ല, സ്കൂളിൽ കിട്ടത്തില്ല. ഇത് അനുഭവത്തിൽ കൂടെ കിട്ടുന്നതാ. അതുകൊണ്ട് എന്താ, നമ്മൾ ഇപ്പോഴും ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ അത് ഓർക്കും. സുമാരിയമ്മയുടെ മോൻ തെളിഞ്ഞു വരും മനസ്സിൽ. അത് മാത്രമല്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ മേടിക്കുള്ളൂ. എന്റെ മോള് വേസ്റ്റ് ആക്കുമ്പോഴും ഞാൻ പറയും, മോളെ അങ്ങനെ ചെയ്യരുത് പറയും. ഇപ്പൊ അവൾക്ക് ചില ഭാവിയിൽ അത് ചിലപ്പോ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മോഹൻ ചിലപ്പോ പലരോടും ഞാൻ പറയാറുണ്ട്, കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ അന്ന് നമുക്ക് കിട്ടിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ, ആക്ടിങ്ങിലാണേലും ഈ മാനേഴ്സിലാണേലും നല്ല ക്ലാസ്സുകൾ ഇവരൊക്കെ തന്നിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം. ഇപ്പൊ രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് വരുന്നു, എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറയുക. നമുക്കൊന്നും നഷ്ടാവത്തില്ല ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാവരോടും ചെന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു, ഒന്ന് ചിരിക്കുക, കൈ കൊടുക്കുക. പിന്നെ ഡയറക്ടറെ കണ്ടാൽ ഗുഡ് മോർണിംഗ് സർ, പിന്നെ അല്ലെങ്കിൽ ക്യാമറമാനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അത് എല്ലാവരും, സീനിയർ ആണെങ്കിലും പ്രൊഡക്ഷൻ പോയി നമുക്ക് ചായ കൊണ്ടുവരുമ്പോ ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം ചെറുതല്ല. കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. ഇന്നത്തെ കുട്ടികളൊന്നും ചെയ്യാറില്ല. അജിനെ, കാർത്തിക ചേച്ചിയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, പഴയ കാലഘട്ടത്തെ അഭിനയവും പഴയ കാലഘട്ടത്തെ പാഠവും ഇപ്പോഴത്തെ കാലഘട്ടത്തെ അഭിനയവും ടെക്നോളജിയുടെ വളർച്ചയെല്ലാം കാണുന്നുണ്ടല്ലേ? 14 വയസ്സിൽ വന്നത് ഇന്നിപ്പോ ആ പ്രായം തിരിച്ചിട്ടാൽ എത്രയുണ്ട് അത്രയുണ്ട് എനിക്കിപ്പോ പ്രായം. അതിലും കുറച്ചുകൊണ്ട് അതെ, മനസ്സിലായില്ലേ? അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ശരിക്കും അന്നത്തെ പഞ്ച്വാലിറ്റി, അന്നത്തെ ഡിസിപ്ലിൻ, അന്നത്തെ അഭിനയം ഇന്നുണ്ടോ? ഇല്ല, അത് കാണാൻ പോലും ഇല്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും, ഞാൻ ആരെയും പറയുന്നല്ല, നമ്മൾ പൊതുവായിട്ട് ഒരു ഇത് പറയുന്നത്, അത് വീടുകളിൽ നിന്ന് പഠിപ്പിക്കാത്തതിന്റെ ആയിരിക്കാം. ചിലപ്പോ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിടാത്തതിന്റെ ആവാം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, ചിലപ്പോ ഈ കുട്ടികളൊക്കെ കുറെ ആവുമ്പോ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നതാവാം. കാലുമേ കാലം വെച്ചിരിക്കുക. നമ്മൾ ഷോട്ട് കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് വരുമ്പോൾ കസേരയിൽ ഇരുന്ന് മൊബൈലും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ മൊബൈൽ ഉണ്ടല്ലോ എല്ലാവർക്കും, മറ്റേ വില കൂടിയ മൊബൈൽ, ലാപ്ടോപ്പ്, മറ്റേ ഇതൊക്കെയാണ്, ലൈഫ് ഫോണ്, അങ്ങനെ. അതിൽ ഇങ്ങനൊന്നും എടുത്തുപോലും നമ്മളെ നോക്കില്ല. ഇങ്ങനെ തന്നെ ചാറ്റിങ്ങോ മെസ്സേജോ എന്തോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, പക്ഷെ ചേച്ചി ഇരിക്കുന്നോ, അല്ലെങ്കിൽ രണ്ട് ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ പ്രായമുള്ളവർ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കും, അയ്യോ ഇന്നിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എണ്ണിപ്പിക്കും. ഇപ്പം ലളിത ചേച്ചി ഷോട്ട് കഴിഞ്ഞ് വരുന്നു, ഞാൻ അവിടെ ഇരുന്ന അടി തരും വന്ന്, എന്തോടി ഇത്ര ക്ഷീണം കൊച്ചു പെണ്ണിന്, എനിക്ക് അങ്ങോട്ട്, ഞങ്ങളൊക്കെ വയസ്സായവരൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, അങ്ങോട്ട് എനിക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി 2 പ്രാവശ്യം ആവും, 3ാമത്തെ പ്രാവശ്യം ഓൾറെഡി നമ്മൾ ഇന്നിട്ട് കൊടുക്കും. ശരിക്കും അതൊക്കെ ലൈഫിൽ തന്ന പാഠങ്ങൾ എന്നും ഓർമ്മയിലുണ്ടല്ലേ? മറ്റുള്ള മാനേഴ്സ്, നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, അതെല്ലാരും പഠിക്കേണ്ടതാണ്. ഏതൊരു മനുഷ്യൻ, ഇപ്പൊ ആർട്ടിസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും എല്ലാം പഠിക്കേണ്ടതാണ്. ഇപ്പം നമ്മളെക്കാട്ടി പ്രായമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കി പോവല്ല ചെയ്യേണ്ടത്, ബഹുമാനിക്കണം. അയാള് ചിലപ്പം പാവം പിടിച്ച മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ പിച്ചക്കാരനായിരിക്കും, അല്ലെങ്കിൽ ലോട്ടറി വിൽക്കുന്ന ആള്. അത് അയാളുടെ വിധി കൊണ്ടാണ് അയാൾ അങ്ങനെ ആയത്, അല്ലേ? നമ്മളയാളെ പുച്ഛിക്കുന്ന എന്തിനാ? ഇന്ന് എത്ര പേര് ചിരിക്കുന്നുണ്ട് ചേച്ചി? ചിരി പോയല്ലോ. മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ അവനത് മുഖത്ത് കാണിക്കാൻ പറ്റൂ. അത് ശരി കേട്ടോ, അല്ലേ?
മനുഷ്യന് മനസ്സിൽ പൈസ ഉണ്ടാക്കണം, അത് ചെയ്യണം, ലോൺ അടയ്ക്കണം, EMI അടയ്ക്കണം എന്നുള്ള ചിന്തകൾ മാത്രമല്ലേ ഉള്ളൂ. ഉറപ്പായിട്ടും. അവന് ചിരിക്കാനുള്ള സമയമില്ല. ഈ അഞ്ജു എന്നുള്ള പേരിൽ നിന്ന് കാർത്തികയിലോട്ടുള്ള പേരിലോട്ട് വന്ന യാത്ര എങ്ങനെയായിരുന്നു? അതായത് ക്യാപ്റ്റൻ രാജേഷേട്ടനാണ് എനിക്ക് കാർത്തിക എന്നുള്ള പേരിടുന്നത്. ഓക്കെ, ഹലോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സീരിയല് കോട്ടയത്ത് നടക്കുമ്പോൾ അതുവരെ അഞ്ജു എന്നായിരുന്നു പേര്. അഞ്ജു മാരാമൺ എന്നായിരുന്നു അറിയപ്പെടുന്നത്. അന്നേരം ഈ അവിടെ ചെല്ലുമ്പോൾ രാജേട്ടൻ ഓമലുക്കാരനാണല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അടുത്ത പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞു, മോളെ രാജേട്ടൻ ഒരു പേര് കണ്ടുപിടിക്കാം, ഈ അഞ്ജു എന്നുള്ള പേര് ഇപ്പൊ ഒരുപാട് നടിമാർക്കുണ്ട്, അത് മാത്രമല്ല നിന്റെ ന്യൂമറോളജി അനുസരിച്ച് നിനക്ക് കാർത്തിക എന്നുള്ള പേരാണ് ചേരുന്നത്, അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പഴയ കാർത്തിക ചേച്ചി ഭയങ്കര ഇഷ്ടം. കാർത്തിക അപ്പൊ എന്നോട് പറഞ്ഞു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അവര് പേരുദോഷം ഒന്നും കേൾപ്പിക്കാതെ ഫീൽഡിൽ നിന്നിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അത് മാത്രമല്ല ഈ വട്ടപ്പൊട്ട് ചേച്ചി തൊടുവായിരുന്നല്ലോ, വട്ടപ്പൊട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് കാർത്തിക എന്നുള്ള പേരിലേക്ക് മാറി. കാർത്തിക എന്നാണ്, അങ്ങനെയാണ് കാർത്തികയിലോട്ടുള്ള പേരിന്റെ വരവ്. ക്യാപ്റ്റനിലാണ് കാർത്തിക എന്നുള്ളത്. പിന്നെ എല്ലാരും കാർത്തിക. പിന്നെ കണ്ണേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം കാർത്തിക കണ്ണനായി. അങ്ങനെയാണ് കാർത്തിക കണ്ണൻ. ഇന്ന് സന്തോഷമായിട്ട് ജീവിതം പോകുന്നു, കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകും. ഇത്രയും എക്സ്പീരിയൻസും ഇത്ര ആളുകളുമായിട്ടുള്ള ഇടപെട്ട പരിചയം വെച്ച് ഞാൻ ചോദിക്കുമോ, ലൈഫിൽ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാ? ഞാൻ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ലൈഫിൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോവുക. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഒരു ദിവസം ഉണ്ട്. അത് ഏത് മനുഷ്യനും, അത് പല രീതിയിലായിരിക്കും പോകുന്നത്. ചിലര് നല്ല രീതിയിൽ പോകും, ചിലര് മോശം രീതിയിൽ പോകും, അറിഞ്ഞും പോവും അറിയാതെയും പോവും. നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണണമെന്നില്ല. പക്ഷെ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി ബുക്കിൽ കൂടി ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക. ആ ഒരു ചിന്ത എല്ലാവർക്കും വേണം. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്ത് പ്രശ്നം, ഇപ്പം എനിക്കൊരു വേദന വന്നു കാലിന്, അല്ലെങ്കിൽ എനിക്ക് കയ്യിലൊരു മുറിവ് വന്നു, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എന്റെ കാമുകനോ കാമുകിയോ മുറിവിന്റെ വേദന ഏറ്റെടുക്കുവോ? ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? അപ്പൊ പിന്നെ എനിക്ക് എല്ലാരും ഉണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എനിക്ക് ഞാനേ ഉള്ളൂ. നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം. ഈ 99% പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാ നമ്മുടെ ലൈഫിൽ, അല്ലേ? ആണ്. അതങ്ങനെ പറയാൻ കാരണം, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഒരു കാർ എടുക്കണം, അജിനൊരു കാർ എടുക്കണം. അജിന് ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വെച്ചു വീട്ടില്, അല്ലെ വൈഫും ഉണ്ട്, 2 മക്കളും ഉണ്ട്. 4 പേർക്ക് പോകാൻ പറ്റുന്ന ഒരു കാർ എടുക്കുമ്പോൾ ചെറിയൊരു എമൗണ്ടേ ആവുള്ളൂ. ഉറപ്പായിട്ടും. ഇത് മറ്റ് അപ്പുറത്തെ അവനെയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ അവനെയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബെൻസ് എടുക്കുന്നു, BMW എടുക്കുന്നു, മറ്റേ ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നു. അപ്പൊ അത് അപ്പൊ നമ്മുടെ കയ്യിലാകെ ഒരു 4-5 ലക്ഷം രൂപയെ കാണുള്ളൂ. അത് കൊടുക്കുന്നു, CC ഇടുന്നു, കമ്പനിക്കാരൊക്കെ CC തരാൻ റെഡി ആയിട്ട് വരും. അല്ല, പിന്നെ ഈ മാസം എല്ലാ മാസവും അടവ് പോകണം. 10-40,000 രൂപ വെച്ച് അടയ്ക്കണം, അല്ലെ 30,000 രൂപ വെച്ച് ഇത് അടയ്ക്കണം. എല്ലാ മാസവും ഈ 30,000 രൂപ നമ്മുടെ കയ്യിൽ കാണത്തില്ല. പല പല പ്രശ്നങ്ങൾ വരുമല്ലോ ലൈഫ് ആവുമ്പോൾ, ആശുപത്രി കേസുകൾ വരും. അപ്പൊ ഈ 30,000 രൂപ നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോ അതിന്റെ ടെൻഷൻ, അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ടെൻഷൻ. പിന്നെ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരുത്തന്റെ കടം മേടിക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ വെക്കുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുന്നു. അത് അടുത്ത മാസം ആകുമ്പോ അതും കടം, ഇരട്ടി കടം, കടത്തോട് കടം, അവസാനം കഴുത്തറ്റ മുങ്ങി കടം. കടത്തിൽ നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ആത്മഹത്യ, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന നമ്മൾ പ്രേമം തന്നെ. പലരും പറയില്ലോ, അയ്യോ ഞാൻ ഭയങ്കര ഫീലിംഗ് ലോൺലിയാണ്, തേങ്ങയാണ്, എന്റെ ജീവനാണ്, എന്റെ കൽബാണ്, മറ്റേതാണ് മറിച്ചാണ്. എന്തിനാ? ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതില്ലേ? ഒരു വഴിയെ കൂടെ ഒരുത്തനോ ഒരുത്തിയോ പോകുന്നവനെ കയറി പ്രേമിച്ചിട്ട് അവന്റെ കാര്യം കഴിഞ്ഞിട്ട് അവൻ പോകും. പോകുമ്പോ അയ്യോ എനിക്ക് ആരും ഇല്ലേ, എനിക്ക് നഷ്ടപ്പെട്ടേ, എന്നെ അവൻ ഇട്ടിട്ട് പോവും എന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നും അവൻ നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. അവന് മരിക്കേണ്ട സമയമാകുമ്പോ അവൻ പോവും. എന്നാണില്ല, നമ്മള് നമ്മള് പോവും. അപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ലേ. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഒരു പൊസസീവ്നെസ് ആണ് ഇതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ആ മനസ്സിന്റെ ഒരു കാഠിന്യത്തിനാണ് നമ്മൾ ഈ ഭയങ്കര ഇതായിട്ടൊക്കെ പറയും. ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഓരോ പിള്ളേരൊക്കെ കരഞ്ഞു വിളിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് സങ്കടമാണ് തോന്നുന്നു. പിള്ളേർക്കൊക്കെ എന്തിന്റെ പണിയാണ്? ഒരുത്തം പോയി അല്ലെങ്കിൽ ഒരുത്തി പോയി എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. എന്തിനാ അതിനെ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കണം? ഈ തുറന്നു പറച്ചില് അല്ല ഈ ഒരു നിലപാട് അന്നും ഇന്നും ഉണ്ടോ? അതെ, എനിക്ക് അതുകൊണ്ട് ടെൻഷൻ ഇല്ല. എന്റെ ലൈഫിൽ വലിയ ടെൻഷനൊന്നും ഇല്ല. ഞാൻ അങ്ങനെ നോക്കിയാ ജീവിക്കുന്നത്. എനിക്ക് എന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ ഞാൻ കൊത്താറുള്ളൂ. എനിക്ക് ഭയങ്കര ലാവിഷായിട്ട് നടക്കണമെന്നില്ല. എനിക്ക് ആൾക്കാരെ കാണിച്ച് ജീവിക്കാനില്ല. എനിക്ക് എന്റെ ഹസ്ബൻഡാണ് അതിനൊക്കെ എനിക്ക് ഈ ക്ലാസ് തരുന്ന ഒരാൾ. അതൊക്കെ ഞാൻ വലിയൊരു കാര്യമാണ് കണ്ണേട്ടൻ. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ പറ്റില്ല. പുള്ളിയാണ് എന്നെ ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസം. ഞങ്ങൾ തമ്മിൽ 12 വയസ്സ് വ്യത്യാസം. അപ്പൊ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന, എന്റെ എടുത്തുചാട്ടമൊക്കെ വരുമ്പോ അപ്പൊ എന്നോട് പറഞ്ഞു തരുന്ന പുള്ളിയാണ്.
നമുക്കുള്ളതുകൊണ്ട് ജീവിച്ചാൽ പോരെ. ഒരു കറിയും ഒരു ചോറും അല്ല, ഒരു ചോറും അതിനൊരു കറിയും മതിയല്ലോ. നമ്മളെ അറിയത്തുള്ളല്ലോ. നമ്മളെ അറിയത്തുള്ളല്ലോ. ഒരു ഇറച്ചി മീനും മുട്ടയും എല്ലാം കൂടി ഒരു ദിവസം കഴിക്കണം നിയമം വല്ലതും ഉണ്ടോ? ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുവാണേ, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു ഷോട്ട് ആക്ട്രസ് എന്നൊക്കെ ഉള്ളത് വിട്. അല്ല, ഞാൻ ആക്ട്രസിലോട്ട് വരാൻ കാരണം ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കി വെക്കുമ്പോൾ ആക്ഷൻ പറഞ്ഞ ഒരു ചിരിക്കുന്ന സീനാണ്, ചിരിക്കുക തന്നെ വേണം. ജോലിയല്ലേ അത്? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ കടലോളം വിഷമങ്ങളും പ്രശ്നങ്ങളും ഇട്ടുകൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. ചെറിയ പ്രശ്നം മതി. ഒരാള് ഞാൻ വില്ലത്തിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്തും സീനിൽ പോലും പിള്ളേർ കരയുന്നതിന് മുമ്പ് ഞാൻ കരയും. അവരെ അടിച്ചിട്ട് ഞാൻ കരയും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഭയങ്കര ഇമോഷണൽ ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് വലിയ ഭാഗ്യമാണ് ഇമോഷണൽ ആവുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പല ഇമോഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ഗ്ലിസറിനില്ലാതെ നമുക്ക് കരയാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും ഇപ്പം അജിനോട് സംസാരിക്കുമ്പോഴും ഞാൻ ലൈഫിൽ ഉടനല്ല, ഞാൻ പറയില്ല ഇനി അത് ഞാൻ മരിക്കണം, ആ വിഷമങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ. അതിപ്പോ എനിക്ക് എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പറ്റില്ല. എന്റെ വിഷമങ്ങള് എനിക്ക് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു, എന്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ അത് ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് ആൾക്ക് ചേച്ചിയുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് ശരിയാണ്, അതിനപ്പുറത്തൊന്നുമില്ല. നമ്മുടെ വിഷമങ്ങളും എല്ലാവരോടും പറയുന്നത് നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് പറഞ്ഞാൽ പോരെ. ഇപ്പം പ്രേക്ഷകരുടെ മനസ്സിലൊരു കാർത്തിക ചേച്ചിയുടെ ഒരു ബിംബം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവര് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു കാർത്തിക ചേച്ചി. അത് നമ്മളെ വെറുതെ എറിഞ്ഞുടക്കുന്ന എന്തിനാ നമ്മളായിട്ട്. അവര് എൻജോയ് ചെയ്യട്ടെ. ഹാപ്പി കാർത്തിക ചേച്ചി ജലസി ആയിട്ട് അവരുടെ ലൈഫ് കണ്ട അവരടിച്ചു പൊളിക്കുന്നു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചാൽ പുള്ളിക്ക് വരെയുണ്ട് പ്രശ്നങ്ങൾ, ഇല്ലേ? ദൈവത്തിനില്ലേ പ്രശ്നങ്ങൾ? ഈ മറ്റുള്ളവർ ഉള്ളറിഞ്ഞ എല്ലാരും പാവങ്ങളല്ലേ? എല്ലാ മനുഷ്യനിലും പാവമുണ്ട്, ക്രൂരനും ഉണ്ട്. പക്ഷെ അത് ക്രൂരത പുറത്തെടുക്കുമ്പോഴാണ് ക്രൂരനാവുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോഴാണ് അവൻ എടുക്കുന്നത്. നിക്കക്കൊള്ളി ഇല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ. മനസ്സിലായില്ലേ? എല്ലാരും ബേസിക്കലി പാവങ്ങളാ. എല്ലാരും പാവങ്ങളാ. സത്യം. നമ്മള് വില്ലത്തി വേഷങ്ങൾ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ലൈഫിൽ വെറും പാവങ്ങളായിരിക്കും. പക്ഷെ നോർമലായിട്ട് ക്യാരക്ടർ ചെയ്യുന്നൊരു ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയാണ്. ചേച്ചി മുന്നോട്ടുള്ള യാത്രയിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനൊക്കെ അങ്ങ് പോണം. അതെ, മോളുണ്ട്. മോള് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം. നല്ലൊരു അവൾക്ക് പറ്റുന്ന ഒരു ജോലി, അവൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി. കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ദൈവത്തിന്റെ വിധിയാ. കല്യാണം ലൈഫും ഒക്കെ അതൊന്നും ഞാൻ ഇപ്പോഴും നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ല. എന്റെ ലൈഫൊന്നും ഞാൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത പോലെ അല്ല വന്നിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറം എനിക്ക് ദൈവം ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്, നിർഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഹാപ്പി ആവുക. മനസ്സിലായില്ലേ? നമ്മൾ എന്തിനാ പിന്നെ ഞാൻ അതാ പറഞ്ഞത്, അപ്പുറത്തെ വീട്ടിലോട്ട് എത്തി നോക്കുന്നത് എന്തിനാ? നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്ക്. മനസ്സിലായില്ലേ? അപ്പുറത്തെ വീട്ടിലാവും. അവന് ചിലപ്പോ അവന് ഈ ഷോ ആയിരിക്കും. നമ്മുടെ മുന്നിൽ കൂടെ പെണ്ണുമ്പിള്ളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതും ഈ കാറിലൊക്കെ പോ. അവൻ രാത്രി വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഉറക്കം കാണത്തില്ല. ഇതിന്റെ ടെൻഷനായിരിക്കും. ഈ BMW മറ്റേ ഇത് അടയ്ക്കണം, EMI അടയ്ക്കണം, പെണ്ണുമ്പിള്ളെ എങ്ങനെ പോറ്റണം. അല്ല അവര് തമ്മിൽ അടി കണ്ടിട്ടില്ല പലരും റോഡിൽ കൂടെ ഭയങ്കര സ്നേഹത്തോടെ പോകുന്നു. ചക്കരേ പൊന്നെ തക്കുടു തിക്കുടു എന്നൊക്കെ വിളിച്ചിട്ട് വീട്ടിലെ അകത്ത് ചെന്ന് നോക്കണം. റൂമിലായിരിക്കും കിടക്കുന്നത്. ഈ ചേച്ചിയോട് ഞാൻ സംസാരിക്കുമ്പോഴേ ഒരുപാട് വില്ലത്തി റോളുകളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ന ക്രൂരതയാണ്, എന്ന മനക്കെട്ടിയാണ്. ശരിക്കും റിയൽ ലൈഫിലോട്ട് വരും നമ്മുടെ വീട്ടിലെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ എന്താണെന്നറിയോ, നമ്മളൊരു ക്യാരക്ടർ ആവുമ്പം ആ ക്യാരക്ടറിന് ചില മാനറിസം ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ കണ്ട പലരും ആയിരിക്കാം, അല്ല എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളവരായിരിക്കും. യാത്രകളിൽ കൂടെ ഒരുപാട് യാത്ര ചെയ്യില്ലേ. പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങനെ അവരുടെ നോട്ടം, അവരുടെ ഇരിപ്പ്, അവരുടെ സ്റ്റൈല്, അവര് നടക്കുന്നത്, അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വെക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ സീരിയലിൽ അത് കയറ്റും. അങ്ങനെ ചെയ്യാറുണ്ട്. ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇന്നുണ്ട്. അവരോട് എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ആ സ്നേഹം എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഇതിൽ നിന്നൊന്നും മാറാൻ പറ്റില്ല. ഇനി എത്ര കോടീശ്വരി ആയെന്ന് പറഞ്ഞാലും കോടീശ്വരി ആവത്തൊന്നുമില്ല, അത് വേറെ കാര്യം. അല്ല, ഒരുപാട് ആർത്തിയുള്ളവർക്കല്ലേ കോടീശ്വരനാവാൻ പറ്റും. ലോട്ടറി എടുക്കാറുണ്ട് കേട്ടോ. അടിച്ചിട്ടുണ്ടോ? 100 രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് 5000 രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്, പക്ഷെ എനിക്ക് അടിക്കാറില്ല. അതൊക്കെ അടിക്കും. അല്ല അടിക്കാൻ അങ്ങനെ എന്തിനാ? അല്ല ഞാൻ ചുമ്മാ എടുക്കുന്നതാ. ഞങ്ങൾ ഷെയർ ചെയ്തൊക്കെ ലൊക്കേഷനിൽ ഈ ബമ്പറുകളൊക്കെ എടുക്കാറുണ്ട്. ചുമ്മാ രസത്തിന് എടുക്കാറുണ്ട്. അടിക്കാറൊന്നുമില്ല. അത് പോട്ടെ, നമുക്ക് വർക്ക് കിട്ടിയാൽ മതി. ആരോഗ്യം എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ആരോഗ്യം ഇല്ലെങ്കിൽ മനുഷ്യൻ എന്തോ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും പിന്നെ നമുക്ക് വർക്കുകൾ കിട്ടും. അതൊക്കെ ദൈവാനുഗ്രഹം അവർക്ക്. പിന്നെ പ്രേക്ഷകരുടെ സ്നേഹം, അവരുടെ സ്നേഹമാണ് നമുക്ക് നിലനിൽപ്പ്, നമ്മുടെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത്. അവര് നമ്മളെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അവരുടെ സ്നേഹം.
ഇപ്പോഴും നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ നമ്മുടെ അടുത്ത് ഓടി വന്ന് സംസാരിക്കുന്നു, ക്യാരക്ടറിന്റെ പേര് വിളിച്ച് നമ്മുടെ അടുത്ത് പറയുന്നു, കൊള്ളാമെന്ന് പറയാം. അപ്പൊ അത് നമുക്ക് ഓസ്കാർ കിട്ടുന്നതിനെക്കാട്ടിലും വലിയ അവാർഡ്. സത്യം അതിനങ്ങനെ ഫീൽ ചെയ്തിട്ട്. അതായത് എൻ്റെ അടുത്തുള്ള കൂട്ടുകാരോട് ഞാൻ പറയുമ്പം ഇവർക്ക് വലിയ രസമില്ല, ഏതാ അതിനെന്തോ ഒരാൾ വന്ന് സംസാരിച്ചെന്തോ, പക്ഷേ ഇത് അനുഭവിച്ച് അറിയണം. നമ്മൾ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകള് ദേഷ്യം വരും ചില സമയത്ത്. ചിലരങ്ങ് അവരുടെ വീട്ടിൽ ഒരാളെ പോലെയൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറും. എന്നിട്ട് നമ്മുടെ പ്രൈവസിയിലൊക്കെ കയറി ഇടപെടും. നമ്മൾ എങ്ങനെയെങ്കിലും ആ സ്ഥലത്തു നിന്ന് മാറണം എന്നൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഒന്നും പറയത്തില്ല, എടുത്തോളാൻ പറയും. ശരിക്കും അവര് നമ്മളോട് സംസാരിക്കും, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതല്ലേ. ഭയങ്കര സന്തോഷമാണ് എനിക്കത്. അമ്മമാര് മാത്രമല്ല, ആമ്പിള്ളേര് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കും, പയ്യന്മാര്. ചേച്ചി ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ക്രെഡിറ്റ് അല്ലേ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊന്നും സീരിയൽ കാണാറില്ല, പക്ഷെ നമ്മളെ അവരറിയുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറുന്നുണ്ട്. വേറൊരു ആർട്ടിസ്റ്റിനെ കാണുന്ന പോലെ അല്ല നമ്മുടെ അടുത്ത്. അപ്പം ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നെ എത്ര പേര് പറഞ്ഞിട്ട്. ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ അജിൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയെ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുവായൂരപ്പൻ മാലയില്ലേ, നമ്മൾ ഈ ലോക്കറ്റ് എപ്പോഴും എന്റെ കഴുത്തിലിടും. അപ്പൊ പല ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒക്കെ അമ്മയും ചേച്ചിയൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇട്ടിരുന്ന ഇങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ട്. അതെ, കാർത്തിക് ഇങ്ങനെ സ്ഥിരം അത് ഇടുമ്പോ ഞങ്ങൾക്ക് അവരെയൊക്കെയാണ് അമ്മയൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞു അതാണ് നല്ലത്, നിങ്ങൾ അമ്മയും ചേച്ചിയായിട്ടൊക്കെ എന്നെ കണ്ടാൽ മതി. കാർത്തിക് ചേച്ചി ആക്ട്രസ് ആണ്, സിംഗർ ആണ്, അതിലുപരി സിംഗറൊന്നുമല്ല. സിംഗർ ആണ് അല്ല, പാടത്തില്ലേ, മൂളിപ്പാട്ടൊക്കെ ഇവന്റെ സിംഗറൊന്നുമല്ല. ഓക്കെ. കാർത്തിക് ചേച്ചി പാട്ട് കേൾക്കും. ആക്ട്രസിലുപരി ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ അറിയും. അപ്പൊ ഞാനത് പരിചയപ്പെടുത്താം. എന്നെ പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് ആരുടെ ആവശ്യം വേണ്ട. ചേച്ചിയുടെ ഫോട്ടോയും ഈ അച്ചാറും, ഇതെനിക്ക് തന്ന അച്ചാറല്ലേ, ഇത് നാരങ്ങ അച്ചാറാണ്. അപ്പൊ ഈ നാരങ്ങ അച്ചാറിനെ പറ്റി ചേച്ചി തന്നെ പറഞ്ഞു. നാരങ്ങ അച്ചാർ ഞാൻ 18 അച്ചാറുണ്ട് നമുക്കിപ്പം. 18 പെട്ടെന്ന് പറഞ്ഞു ഏതൊക്കെ അച്ചാറാണ്? എല്ലാം നോൺ വെജ് എല്ലാം ഉണ്ട്. പിന്നെ പാവയ്ക്ക, പിന്നെ മാങ്ങ തന്നെ 3-4 വെറൈറ്റി ഉണ്ട്, നാരങ്ങ തന്നെ 2 വെറൈറ്റി ഉണ്ട്, കാന്താരി ഉണ്ട്, പച്ചമുളകുണ്ട്, നെല്ലിക്ക ഇല്ല മറ്റേ തക്കാളി ഉണ്ട്, പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെ കുറെ ഉണ്ട്. ഈ അച്ചാറിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എല്ലാത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. കഥയില്ലാത്ത കാര്യങ്ങൾ അടിച്ചെടുത്തോണ്ട് പോയിട്ട് ഒരു ആത്മകഥ എഴുതാൻ പോകണം. അത് അച്ചാറ് തുടങ്ങിയെന്ന് പറഞ്ഞാല് ഞാൻ ഫ്രഷർക്കൊക്കെ അറിയാം, ഞാൻ അടുക്കള എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റില് കുക്കറി ഷോ ചെയ്തിരുന്നു. പിന്നെ കല്യാണത്തിന് മുമ്പ് ഒരു ഉള്ളി പോലും പുള്ളിക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പഠിക്കുന്നത്. നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ പഠിച്ചോളൂ, അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് ACVയിൽ കുക്കറി ഷോ ചെയ്യുന്നു. അപ്പൊ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഫ്ലാറ്റിൽ വെറുതെ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ചേച്ചിമാർക്കൊക്കെ കൊടുക്കും. അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടല്ലോ, റൂമിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലാരെയും വിളിച്ചിട്ട് കൊണ്ട് കൊടുക്കും. അപ്പൊ ഇത് കഴിച്ചപ്പോ അവര് പറഞ്ഞു കാർത്തിക ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, അപ്പൊ ഇതൊരു ബിസിനസ് ആക്കി കൂടെ എന്ന് ചോദിച്ചു. അവനും ചോദിച്ചു എനിക്ക് ലൊക്കേഷനിലൊക്കെ പോകണം, ഷൂട്ടിന് പോകണം, അല്ല നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾ മേടിച്ചോളാം, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ മനസ്സിലങ്ങനെ പോയി. അനിയത്തി ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോ, ഒരു അനിയത്തി ഓസ്ട്രേലിയ നേഴ്സാണ്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഇച്ചിരി അച്ചാർ ഉണ്ടാക്കി തരണം, മീനച്ചാർ ഉണ്ടാക്കി തരണം. അപ്പൊ അമ്മയ്ക്ക് പ്രായമായിരിക്കില്ല, അമ്മയ്ക്ക് വയ്യ ഉണ്ടാക്കാന്. നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ നല്ല മീനച്ചാറും പിന്നെ ബീഫൊക്കെ ഉണ്ടാകും. അല്ല മീൻകറി, നമ്മുടെ ആ ഭാഗത്തോട്ടുള്ള മീൻകറി, പത്തനംതിട്ടയുടെ മീൻകറിയുടെ ടേസ്റ്റ് അല്ല ഓരോ സ്ഥലത്തിനും അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ ആ ഭാഗം കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന ചുമന്ന കറി കല്യാണത്തിനൊക്കെ ഒരു 3-4 ദിവസം മുന്നേ വെച്ചിട്ട് അപ്പൊ അങ്ങനെ അനിയത്തിക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോ കുറച്ചധികം വന്നു ഉണ്ടാക്കിയ കൂട്ടത്തിൽ. അപ്പൊ അത് ഇതുപോലെ ഫ്ലാറ്റുകളിലൊക്കെ ഞാൻ കൊടുത്തു ചേച്ചിമാർക്ക്. കൊടുത്തപ്പോ ചേച്ചിമാര് പറഞ്ഞു ഇതെന്തായാലും ഞങ്ങൾക്ക് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് തരണം, ഓരോ കിലോ വെച്ച് ഞങ്ങൾക്ക് തരണം എന്ന്. അപ്പം ഓരോ കിലോ ഒന്നുമില്ല, ഒരു ഇത്രയുള്ളൊരു കുപ്പിക്കകത്ത് ഞാൻ വേറെ മീൻ മേടിച്ച് പിന്നെ റെഡിയാക്കി കൊടുത്തു. അതിന്റെ വിലയൊന്നും എനിക്കറിയില്ല, 100 രൂപ വെച്ച് തരാൻ പറഞ്ഞു. അതിന് 100 രൂപ വെച്ച് കൊടുത്തു, 100 രൂപ വെച്ച് തന്നു. അവിടുന്നാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നത്. പിന്നെ അങ്ങനെ പിന്നെ അത് സ്ഥിരം വേണം എന്ന് പറഞ്ഞു. കുറെ പേര്, ഒരാൾ പറഞ്ഞു ഇങ്ങനെ മൗത്ത് ടോക്കിൽ കൂടെ ഇങ്ങനെ പോയി അവസാനം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ബിസിനസ് ആക്കി കൂടെ, ചെറിയ തോതില് ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ നീ ഫ്രീ ആയിരിക്കും കൊടുക്കുക, നിനക്ക് ഒരു ബിസിനസ്. അപ്പൊ എനിക്ക് പണ്ട് തൊട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ പറയും സീരിയല് ഇപ്പൊ ഈ വലിയ വലിയ നടന്മാരുടെ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങി ഹോട്ടല് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയും നമുക്ക് തട്ടുകട ഇട്ടാലോ, ചെറിയ തട്ടുകട, അതായത് നല്ല ഹോംലി ഫുഡ് കൊടുക്കുന്ന ഒരു വെറൈറ്റി തട്ടുകട. അപ്പൊ ഇത്തിരി സ്നേഹമൊക്കെ ആയിട്ട് ആൾക്കാരോട് ഇടപെടുമ്പോ അവർക്ക് വന്ന് കഴിക്കാനും ഒക്കെ ഒരു ഇത്. അപ്പൊ അങ്ങനെ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ ഫുഡിനോട്, നീ ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് നോക്ക്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് വന്നതോ
പേര് വന്നത് അക്ഷയ പോയി നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണമല്ലോ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആദ്യം. അവര് പറഞ്ഞു ചേച്ചി ഒരു പേരിട്ടിട്ടേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, ചുമ്മാ ഒരു അച്ചാർ കമ്പനി എന്ന് തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കമ്പനിയാക്കാൻ വേണ്ടിട്ട് പോയതൊന്നുമില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒരു കമ്പനിയുടെ മുതലാളിയാവുന്ന പറഞ്ഞ ചില്ലറ ഇതൊന്നും അല്ല. എന്റെ കൊച്ചു LKG പഠിക്കുന്നേ ഉള്ളൂ അച്ചാറ്. ഇതിനെ ഇനി കെട്ടിക്കണം ഞാൻ. അവനെ ഡിഗ്രിക്ക് MBBS പഠിപ്പിക്കണം. കെട്ടിക്കുന്നിടം വരെ എത്തിക്കണം. എന്തൊരു പാടാന്നറിയോ, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. LKG UKG ഒക്കെ ആയതേ ഉള്ളൂ സത്യം പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ ഒരു പേരിടണം. പേരിടണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചു, കൂലം കഷ്ടമായിട്ട് ആലോചിച്ചു എന്ത് പേരിടും. അപ്പൊ ബീബീസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പേരുകളുണ്ട്. കാത്തൂസ് കിച്ചൺ ഇട്ടല്ല, കാർത്തികയുടെ ഷോർട്ട് കാത്തൂസ്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് രജിസ്റ്റർ ആവുമല്ലോ കാത്തൂസ് കിച്ചൺ. അപ്പൊ കാത്തൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഇടാവുന്നൊക്കെ പറഞ്ഞപ്പോ മോള് ഒരേ ഉള്ളു, മോളെ ഉള്ളു. 12 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയതാ, മക്കളില്ലാതെ ഇരുന്ന് ഫുള്ള് നേർച്ച ചെയ്ത് കിട്ടിയതാ മോളെ. അപ്പൊ അവള് കണ്ടു, അമ്മ എന്റെ പേരിടാതെ അമ്മയുടെ പേര് വെച്ചിട്ട് അച്ചാർ കമ്പനി തുടങ്ങാൻ പോകണം, എന്നോടൊരു സ്നേഹമില്ലേ. അപ്പോഴാണ് ഞങ്ങള് ശ്രദ്ധിച്ചു, അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നി. കണ്ണേട്ട നല്ല ഐഡിയ ആണല്ലോ, ഇവളുടെ പേര് നമുക്ക് ഇട്ടാലോ. അപ്പൊ കണ്ണേട്ട ശരി അവളുടെ പേരിടാം. അപ്പം ഇവളുടെ പേരിടണമെങ്കിൽ നിരുപമ എന്നാണ് പേര്. അവളുടെ പേര് നിരുപമയെന്നാ. നിരുപമ അച്ചാറെന്നോ അല്ല വായിച്ചെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ നീരൂസ് വീട്ടിൽ വിളിക്കുന്ന നീരു ഞാൻ വിളിക്കും. നീരൂസ് എന്ന് വിളിക്കും. അപ്പൊ ഞാൻ അങ്ങനെ നമുക്ക് നീരൂസ് കിച്ചൺ ഇട്ടാലോ, അങ്ങനെയാണെങ്കിൽ നീരൂസ് കിച്ചൺ വരുന്നത്. അടിപൊളി. അപ്പൊ ഈ നീരൂസ് പിന്നെ ഫോട്ടോ വന്നത് പ്ലെയിൻ കുപ്പിയായിരുന്നു ആദ്യം, ഇങ്ങനെ ലേബലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പ്ലെയിൻ കുപ്പിയായിട്ട് ഇങ്ങനെ അടിച്ച് നീരൂസ് കിച്ചണിന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു, കാർത്തികയുടെ ഫോട്ടോ വെച്ചാല് ഇത് നീ ആണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതെ. അപ്പം അല്ലാതെ ചുമ്മാ ഇത് കൊണ്ടുവന്ന് കടയിൽ വെച്ച് കഴിഞ്ഞാൽ അച്ചാർ പോലെ തന്നെ പോകും, ആൾക്കാർ നോക്കിയാലും മേടിക്കത്തില്ല. ഇതിനകത്തുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് എടുത്താലേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊള്ളാല ഐഡിയ. അപ്പൊ ഇത് ലോകത്ത് ആരും ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഫോട്ടോ വരുന്നത്. അങ്ങനെ ഫോട്ടോ വെച്ചു. മറ്റു അച്ചാറിനേക്കാൾ എന്ത് ടേസ്റ്റ് അച്ചാറിനുണ്ട്? സ്നേഹം, ആത്മാർത്ഥത, അത്രേ ഉള്ളൂ. അടിപൊളി. ഇത് ഇപ്പം നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് 100% ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് കഴിക്കണം എന്ന ചിന്തയോട് കൂടി മാത്രം ഉണ്ടാക്കിയ ഒരു അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്ത് എന്റെ സ്നേഹം. നമ്മള് ഈ കാണുന്ന പ്രേക്ഷകർക്ക് കാർത്തിക് ചേച്ചിയുടെ ഒരു അച്ചാർ ഒരു കുപ്പിയിൽ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഇതെങ്ങനാ? എന്റെ നമ്പർ എഴുതി കാണിച്ചാൽ മതി, സ്ക്രോൾ ചെയ്ത് കാണിച്ചാൽ മതി. അപ്പൊ ആ നമ്പറിൽ വിളിച്ച എവിടെയാണെങ്കിലും എത്തിക്കും. നമുക്ക് ഇന്ത്യയിൽ എവിടെയും കൊറിയർ സർവീസ് ഉണ്ട്. നമ്മുടെ പയ്യൻ എവിടം വരെ പോയിട്ടുണ്ട്? ഡെൻമാർക്ക് വരെ പോയിട്ടുണ്ട്. ഡെൻമാർക്കിലൊന്നും നമുക്ക് കൊറിയർ ഇല്ല. ചേച്ചി പോയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. എനിക്ക് പോകാൻ പറ്റിയില്ല. അത് ഞാൻ പറയാറുണ്ട്. ഈ കൊഞ്ചച്ചാറൊക്കെ കൂടുതലും കാനഡ, അമേരിക്ക ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്, വലിയ കൊഞ്ച ഇടുന്നത്. അപ്പൊ സാധാരണ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ അത് അധികം ഓർഡർ തരത്തില്ല. നമ്മൾ ഈ കൊഞ്ചൊക്കെ 20, 50, 100 കിലോ ഒക്കെ കൊഞ്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോ ഞാൻ കൊഞ്ചിന് അതൊക്കെ എന്റെ ചെറിയ വട്ടുകളായിരുന്നു. ഞാൻ ഈ കൊഞ്ചിനെ നോക്കി പറയും, സൂചിച്ച് കിടക്കുക, നാളെ ഡെൻമാർക്ക്, കാനഡ ഞാനേ പോയിട്ടില്ല, എനിക്ക് പോലും സ്വന്തമായിട്ട് പാസ്പോർട്ട് ഇല്ല, അപ്പോഴും ദൈവം പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കും. അപ്പൊ കൊഞ്ചെന്നെ നോക്കി ചിരിക്കും, ഞാനും അതിനെ നോക്കി ചിരിക്കും. അപ്പൊ ചേച്ചി ഇനി മുന്നോട്ടുള്ള യാത്രയില് ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരട്ടെ. ഇപ്പം ചേച്ചി പറഞ്ഞാൽ അച്ചാർ ഇറക്കാൻ LKG കിടക്കുന്നേ ഉള്ളൂ, ഇനി അത് വലിയ വലിയ ഡിഗ്രികളും MBBS MBA അടിച്ചിട്ട് എല്ലാം നടക്കട്ടെ. അത് അതിന് പ്രേക്ഷകരുടെ സഹകരണം വേണം. അതാ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അച്ചാറും മേടിക്കും. അതാ ഞാൻ പറഞ്ഞ കാർത്തിക ചേച്ചിയുടെ അച്ചാർ കഴിക്കാൻ ആഗ്രഹമുള്ളവര് നമ്മൾ ഈ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, നമ്മള് ഗൾഫിൽ അച്ചാറിന്റെ കാര്യം പറഞ്ഞ എന്നെ വിളിക്കണം കേട്ടോ. എന്നെ പരിചയപ്പെടാനും സ്നേഹബന്ധങ്ങൾ പുതുക്കാനൊക്കെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, സമയമില്ലാത്തത് കൊണ്ട്. ഉറപ്പായിട്ടും. അതെ, ഒരു പറയാ ഒരു 10-20 കുപ്പി അച്ചാറൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ചേച്ചി ഇനി അന്തിത്തോളം ഈ താരജാട ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ പ്രാർത്ഥന ആശംസ നേർന്നുകൊണ്ട് താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, അജിന്റെ ഒരു ഫാനാണ്. അജിന്റെ എല്ലാ പരിപാടികളും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ ഇട്ട് പൊരിക്കുന്നതാണ്. പക്ഷെ നല്ലൊരു ചോദ്യമായിട്ട് എന്റെ അടുത്ത് വന്നു, കുഴപ്പമൊന്നുമില്ല, അത് എന്നെ പൊരിച്ചൊന്നുമില്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഉറപ്പായിട്ടും. ഓക്കെ, ആയിക്കോട്ടെ. ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചോദിക്കാനൊക്കെ ഉണ്ട്, നമ്മളെ ഉണ്ടാക്കുമല്ലേ. പക്ഷെ എനിക്ക് അത്രമേൽ മനസ്സിന് ഇഷ്ടപ്പെട്ടു ആങ്കറിങ്. എനിക്ക് പക്ഷെ നല്ല അതൊരു നിങ്ങളുടെ ഒരു ട്രിക്കായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആ യൂട്യൂബിന് പക്ഷെ നല്ല രസമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഗുഡ് ആക്ടറാണ്, മനസ്സിലായില്ലേ? പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ മേഖലകളിലോട്ട് നോക്കണം. ആങ്കറിങ് അല്ലാതെ തന്നെ സീരിയല്, സിനിമയിലോട്ടൊക്കെ വരണം കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അനുഗ്രഹം വേണം. ശരി മോനെ. ഓക്കെ, താങ്ക് യു.